ശരിക്ക് ഞാൻ അവതരിപ്പിക്കുന്ന വിഷയം സെഷനാകുമ്പോൾ കുഞ്ഞാലി മാഷ് അധ്യക്ഷത വഹിക്കാൻ പാടില്ലാത്തതാണ്. പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ മുമ്പ് എൻ്റെ പുസ്തകങ്ങളെക്കുറിച്ചുള്ളൊരു ചർച്ച നടന്നിരുന്നു. കോഴിക്കോട് വിദ്യാർത്ഥി ഭവനിൽ അതിലൊരു പ്രഭാഷകനായിരുന്നു കുഞ്ഞാലി മാഷ്. അപ്പോൾ ഒരാളുടെ കമൻ്റ് ആയിരുന്നു, നിങ്ങളെ പുസ്തകം വായിച്ചിട്ടൊന്നും മനസ്സിലായിട്ടില്ല, കുഞ്ഞാലി മാഷ് പുസ്തകം കേട്ടിട്ട് തീരെ മനസ്സിലായിട്ടില്ല. എനിക്ക് നാടകവുമായിട്ട് കുറച്ചുകൂടി ചെറുപ്രായത്തിൽ സജീവ ബന്ധമുണ്ടായിരുന്നു. പൊതുവേ ഒരു കലാസ്വാദകൻ എന്നതിനപ്പുറം വല്ലാതെ ഭാഷയിലും ഘടനയിലുമൊന്നും അറിവില്ലാത്ത ശാഖകളാണ് ഈ നാടകം, അതുപോലെ ചിത്രകല. ഇത് രണ്ടും ഞാൻ ആസ്വദിക്കും. എന്നതിനപ്പുറം ആ വിഷയത്തിൽ മുമ്പ് SIO-വിലൊക്കെ വരുന്നതിന് മുമ്പ് നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. പാപ്പിനിശ്ശേരി അരുളി ശാന്തിപ്രഭയുടെ നാടകത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അതിൽ 1-2 ജില്ലാതല പരിപാടികളിൽ ബെസ്റ്റ് ആക്ടർ പ്രൈസും വാങ്ങിച്ചിട്ടുണ്ട്. അവിടെ KM രാഘവൻ നമ്പ്യാർ എന്ന് പറഞ്ഞിട്ടൊരു പ്രഗത്ഭനായൊരു നാടകകൃത്തുണ്ടായിരുന്നു, കല്യാശ്ശേരി. അദ്ദേഹത്തിൻ്റെ കുറേ കഥാപാത്രങ്ങൾക്ക് സ്റ്റേജിൽ ഞാൻ ജീവൻ പകർന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഒരു ടാഗോർ പുരസ്കാരം കിട്ടിയപ്പോൾ ഏതാനും കൊല്ലങ്ങൾക്ക് മുമ്പ് പാപ്പിനിശ്ശേരിയിലൊരു പരിപാടി ഉണ്ടായിരുന്നു. അന്ന് എൻ്റെ മോള് സ്കൂളിൽ പഠിക്കാം, അവൾ നല്ല നടിയാണ്. അപ്പം KMR എന്നാണ് നമ്മൾ വിളിക്കുക. KMR-ൻ്റെ ബഹുമാനാർത്ഥം അവിടെ സംഘടിപ്പിച്ച പരിപാടിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു നാടകം അവതരിപ്പിച്ചപ്പോൾ അതിലൊരു റോള് അവളാണ് കൈകാര്യം ചെയ്തത്. അപ്പോൾ അന്ന് ഹൈസ്കൂളിൽ തന്നെ പഠിപ്പിച്ച ഒരു അജയൻ മാഷുണ്ട്. അദ്ദേഹം ഒരു CPM പ്രവർത്തകനാണ്. പക്ഷേ അദ്ദേഹത്തിലൂടെയാണ് ഈ സിനിമ പോലുള്ള കാര്യങ്ങളിലൊക്കെ മറ്റൊരു ലോകം യഥാർത്ഥത്തിൽ എനിക്ക് തുറന്നു തന്നിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. അദ്ദേഹം ഈ നാടകം കണ്ടതിന് ശേഷം എന്നോട് പറഞ്ഞൊരു കമൻറ്റ്, നിൻ്റെ മോള് തന്നെടാ, നിൻ്റെ മോള് തന്നെ എന്ന് പറഞ്ഞാൽ ഏതോ അർത്ഥത്തിലൊരു ജൈവബന്ധം നാടകവുമായിട്ട്. അവൾക്ക് അഭിനയത്തോട് താല്പര്യമുണ്ടെങ്കിൽ പോലും ഈ സിനിമ അഭിനയം എന്നൊക്കെ പറയുന്നത് പ്രത്യേകിച്ചൊരു പെൺകുട്ടിയാകുമ്പോൾ ഒരു മുസ്ലിം സമൂഹത്തിലുണ്ടാകുന്നൊരു കൺഫ്യൂഷൻ ഉണ്ടല്ലോ. അത് കാരണം അവൾ തന്നെയും ആ സ്വപ്നം, മോഹം അങ്ങോട്ട് ഉപേക്ഷിക്കുകയും ഇപ്പോൾ അവൾ ഭർത്താവിൻ്റെ കൂടെ കാംബ്രിഡ്ജിൽ അയാളുടെ ഭാര്യയായിട്ട് അഭിനയിക്കുകയോ ജീവിക്കുകയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനെന്തായാലും വിഷയത്തിലേക്ക് കിടക്കാം. എൻ്റെ അവസാനം ഇറങ്ങിയിട്ടുള്ള ഒരു പുസ്തകമുണ്ട്, അന്തലൂസിയൻ പ്രതിധ്വനികൾ. അതിന് നാടകമായിട്ട് ബന്ധമൊന്നുമില്ല. അത് പാശ്ചാത്യ സാഹിത്യത്തിൽ ഇസ്ലാമിക ബിംബങ്ങളെക്കുറിച്ചുള്ളൊരു പഠനമാണ്. ആ പുസ്തകത്തിൽ പ്രധാനമായിട്ടും ഹോർഹെ ലൂയി ബോർഹസ് എന്ന ഒരു അർജൻറ്റൈൻ സാഹിത്യകാരൻ്റെ കൃതികളെക്കുറിച്ച്, അദ്ദേഹത്തെക്കുറിച്ച് 2 ലേഖനങ്ങൾ അതിലുണ്ട്. അപ്പോൾ ബോർഹസിൻ്റെ കൃതികളിലുള്ള ഇസ്ലാമിക ബിംബങ്ങളെക്കുറിച്ചുള്ള സജീവമായ പഠനം. അതിൽ അവറോസ് സെർച്ച് എന്ന പേരിലൊരു കഥ ഉണ്ട്. അവറോസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇബ്നു റുഷ്ദിൻ്റെ ഒരു പാശ്ചാത്യ നാമമാണ് അവറോസ്. അവറോസ് അനുഭവിക്കുന്നൊരു ധാർമ്മിക പ്രതിസന്ധിയെ സംബന്ധിച്ചാണ് ആ കഥയുടെ ഉള്ളടക്കം എന്ന് പറഞ്ഞാൽ അതാണ്. അതിനിടയിൽ അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ആ കഥ തുടങ്ങുന്നത് ഇമാം ഗസാലിക്ക് അദ്ദേഹം എഴുതിയിട്ടുള്ളൊരു മറുപടിയുണ്ട്, തഹാഫുത്ത് എന്ന് പറഞ്ഞിട്ട്. ഇമാം ഗസാലി തഹാഫുത്തുൽ ഫലാസിഫ് എഴുതി, അതിനുള്ള മറുപടിയായിട്ട് തഹാഫുത്ത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിരുന്നു. അതായത് ആ ഒരു തത്വശാസ്ത്രത്തിൻ്റെ സ്ട്രീമിൽ ഇബ്നു സീനയും ഫറാബിയും ഒക്കെ വിമർശിച്ചുകൊണ്ടാണ് ഫിലോസഫിക്കുള്ള വിമർശനം ഗസാലി എഴുതിയത്. ആ വിമർശനത്തിനുള്ള വിമർശനമാണ് ഇബ്നു റുഷ്ദ് എഴുതുന്നത്. അപ്പോൾ യഥാർത്ഥത്തിലുള്ള ലോജിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആർഗ്യുമെൻ്റ് എന്താണ്, അതുപോലെ ഡിബേറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കണം എന്നതിനൊക്കെ ഉള്ളൊരു മാതൃകയാണ് ഇവരുടെ ഈ പുസ്തകങ്ങളും വിമർശനങ്ങളും എന്നുകൂടി ആനുഷംഗികമായിട്ട് ഓർമ്മിക്കുകയാണ്. എന്തായാലും ഈ അവറോസ് ഈ പുസ്തകം എഴുതുന്നതിനിടയിൽ അദ്ദേഹം അരിസ്റ്റോട്ടലിലേക്ക് ചാടുന്നുണ്ട്. അപ്പോൾ അരിസ്റ്റോട്ടലിൻ്റെ പോയറ്റിക്സ് വിവർത്തനം ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം മുതിരുകയാണ്. ഈ പോയറ്റിക്സ് വിവർത്തനം ചെയ്യുമ്പോൾ 2 വാക്കുകളിൽ അദ്ദേഹം തറഞ്ഞു നിന്നു. ഞാൻ നേരത്തെ ഒരു സെഷനിൽ എൻ്റെ ആമുഖത്തിൽ പറഞ്ഞിരുന്നു, പോയറ്റിക്സിൽ അരിസ്റ്റോട്ടിൽ
നാടകങ്ങളെ ആയാലും കവിതകളെ ആയാലും മൂന്നിനമാക്കി തിരിക്കുന്നുണ്ട്: ട്രാജഡി, കോമഡി, എപ്പിക്. എന്താണ് ട്രാജഡി, എന്താണ് കോമഡി എന്നുള്ളത് ഇബ്നു റുഷ്ദിന് മനസ്സിലാവുന്നില്ല. ഇതാണ് അതിൽ പ്രശ്നം. മനസ്സിലാവാതെ എഴുതാനും പറ്റില്ലല്ലോ. അപ്പോൾ ഒന്നാമത് നാടകം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് തന്നെ അദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹം അന്തലൂസുകാരനാണ്. സ്പെയിനിൽ അന്ന് പൊതുവേ ഒരു അറബി കൾച്ചറാണ് സ്പെയിനിലുണ്ടായിരുന്നത്, പാശ്ചാത്യ രാജ്യമാണെങ്കിലും. അറബികൾക്ക് പരിചിതമായൊരു കലയേ അല്ല നാടകം അക്കാലത്ത്. അപ്പോൾ ഓരോ കാലത്ത് ഓരോ പ്രദേശത്തുണ്ടാകുന്ന ചില വികാസങ്ങളുണ്ടാവുമല്ലോ ഓരോ കലക്കും. അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ നാടകവുമായിട്ട് യാതൊരു ബന്ധവും പരിചയവുമില്ലാത്ത ഒരാളാണ് ഈ അവറോസ് അല്ലെങ്കിൽ ഇബ്നു റുഷ്ദ്. അപ്പോൾ ഇദ്ദേഹം ഇതിങ്ങനെ ആലോചിക്കുകയാണ് എങ്ങനെയാണ്. അപ്പോൾ അതിനിടയിൽ ചില അനുഭവങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടാകുന്നുണ്ട്. ആ അനുഭവങ്ങളിൽ ഒന്നെന്ന് പറഞ്ഞാൽ അദ്ദേഹം വീടിൻ്റെ ജനലിലൂടെ ഇങ്ങനെ പുറത്തേക്ക് നോക്കുമ്പോൾ 3 കുട്ടികൾ കളിക്കുന്നുണ്ട്. കളിക്കുന്ന ഒരു പ്രത്യേക രീതിയിൽ. ഒരു കുട്ടി ഇങ്ങനെ മെമ്പറായിട്ട് ഇങ്ങനെ കുനിഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. വേറൊരു കുട്ടി അവൻ്റെ തോളത്ത് കയറിയിട്ട് ഖുതുബ നടത്തുകയാണ്. പള്ളിക്ക് പുറത്ത് ഒരു ഒട്ടകത്തെ കെട്ടിയിട്ടുണ്ട്, അത് മൂന്നാമതൊരു കുട്ടി. അപ്പോൾ ഇതൊരു കളിയാണ്. ആക്ച്വലി ഈ കളി എന്ന് പറയുന്നത് ഒരു പെർഫോമൻസാണ്, അഭിനയമാണ്. ഇതിൽ നമുക്കൊരു നാടകം ദർശിക്കാനാവും. അപ്പോൾ കുട്ടികളിൽ നാടകമുണ്ട് എന്നുള്ളതിനുള്ളൊരു ഒരു തെളിവാണല്ലോ അത്. നമ്മളൊക്കെ ചെറുപ്രായത്തിൽ ഇപ്പോഴങ്ങനെയുള്ള കളികളൊക്കെ ഉണ്ടോയെന്നറിയില്ല. ഈ ഒരു വീട് ഉണ്ടാക്കിയിട്ടൊക്കെ നമ്മൾ കളിക്കും. ഭാര്യയും ഭർത്താവും കുട്ടികളും, അതിൻ്റെ അടുത്തൊരു കട ഉണ്ടാവും, ആ കടയിൽ പോയിട്ട് സാധനം വാങ്ങും. ഇങ്ങനെയൊക്കെ ആയിട്ട് അതൊരു കളിയായിട്ടാണ് നമ്മൾ കളിക്കുന്നതെങ്കിലും അത് നിയതമായൊരു സ്ക്രിപ്റ്റില്ലാത്ത, തിരക്കഥയില്ലാത്ത ഒരു ഡ്രാമയാണത് ശരിക്കും പറഞ്ഞാൽ. സാധാരണ മറ്റ് കളികൾ പോലെയല്ലല്ലോ അത്. മാത്രമല്ല ഇതിൽ ചിലപ്പോൾ സംഭാഷണങ്ങളൊക്കെ വരും. അതൊക്കെ ആ സമയത്ത് തന്നെ വരുന്നതാണ്. അപ്പോൾ ഇങ്ങനെ കുട്ടികൾ കളിക്കുന്ന കണ്ടപ്പോൾ അത് കാണിച്ചിരിക്കുകയാണ്. ഇത് ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് അദ്ദേഹം വേറൊരാളുടെ വീട്ടിൽ പോകുന്നു. അപ്പോൾ ചൈനയിൽ നിന്ന് വന്നിട്ടുള്ളൊരു വ്യാപാരി അവിടെ ഇരുന്നിട്ടിങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ചൈനയിൽ അദ്ദേഹം കണ്ടൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഈ മരത്തിൻ്റെ ഒരു ഹാള്. ആ ഹാളിനകത്ത് ഈ സ്റ്റേജൊക്കെ കെട്ടിയിട്ട് അവിടെ എന്തോ അരങ്ങേറുന്നുണ്ട്. എന്താണെന്നൊന്നും ഇയാൾക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ അവിടെ ആളുകൾ വന്നിട്ട് വേറെ വേഷം കെട്ടിയിട്ട് വന്നിട്ട് വേറെ എന്തൊക്കെയോ പറയാം. അപ്പോൾ വരുന്ന ആളല്ല, സ്റ്റേജിലെത്തുമ്പോൾ വേറൊരാളായിട്ട് മാറും, സ്റ്റേജിലെത്തുമ്പോൾ മറ്റൊരാളായിട്ട് മാറും. അപ്പോൾ ഇതെങ്ങനെ സാധിക്കുക എന്നുള്ളത് ഈ ഇബ്നു റുഷ്ദിന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. ഈ മനസ്സിലാവുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കാൻ നമുക്ക് പ്രയാസമാണ്. കാരണം നമ്മളിത് സ്ഥിരമായിട്ട് കാണുന്നതാണ്. നമ്മൾ പലപ്പോഴും ഈ അഭിനയിക്കുകയല്ല ജീവിക്കുകയാണെന്നൊക്കെ പറയും. അഭിനയിക്കുക, ജീവിക്കുക എന്ന് പറയുന്നത് അത് ഈ ശരിക്കും പറഞ്ഞാൽ അഭിനയത്തിൻ്റെ കലയുമായി ബന്ധപ്പെട്ടിട്ട് അഭിപ്രായ വ്യത്യാസമുള്ളൊരു കാര്യമാണത്. ഒരു നടൻ അങ്ങനെ കണ്ട് ജീവിക്കാൻ പാടില്ല എന്നുള്ള സിദ്ധാന്തമുണ്ട്. അത്ര കണ്ട് അങ്ങനെ കഥാപാത്രമായി മാറാൻ പാടില്ല. അയാളുടെ വ്യക്തിത്വം നിലനിർത്തണം. അയാൾ കഥാപാത്രത്തെ പ്രസൻറ്റ് ചെയ്യാൻ മാത്രമേ പാടുള്ളൂ. അതിനപ്പുറം അയാൾ കഥാപാത്രമായിട്ട് ജീവിക്കരുത് എന്നുള്ള ഒരു സജീവമായിട്ടുള്ള തിയറി, പ്രത്യേകിച്ച് ഇന്ത്യൻ നാട്യശാസ്ത്രത്തിലൊക്കെ ഉള്ളൊരു തിയറി അതാണ്. അതെന്തോ ആവട്ടെ, അത് നമുക്ക് ആനുഷംഗികമായിട്ട് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ, പിന്നീട് ആവശ്യമാണെങ്കിൽ പരാമർശിക്കാം. അപ്പോൾ എന്തായാലും ഈ ഇബ്നു റുഷ്ദിന് തീരെ മനസ്സിലായിട്ടില്ല ആ കാര്യം. അവസാനം അദ്ദേഹം വീട്ടിൽ തിരിച്ചെത്തി. എന്നിട്ട് ഈ കോമഡി, ട്രാജഡി എന്നുള്ള വാക്കുകളെ അദ്ദേഹം പോയറ്റിക്സ് വിവർത്തനം ചെയ്യണമല്ലോ. അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റേതായ യുക്തിക്കനുസരിച്ച് അത് വിവർത്തനം ചെയ്തു. ട്രാജഡി എന്നതിന് അദ്ദേഹം മദ്ഹ് എന്നാണ് എഴുതിയത്. മദ്ഹ് എന്ന് പറഞ്ഞാൽ ശരിക്ക് അതിന് ഇംഗ്ലീഷ് പതിപ്പുകളിൽ പാനജിറിക്സ് എന്ന് കാണാം. എന്ന് പറഞ്ഞാൽ പ്രകീർത്തനങ്ങൾ. അപ്പോൾ എങ്ങനെയാണ് ഈ ട്രാജഡി പ്രകീർത്തനമാവുന്നത്? ട്രാജഡി എന്ന് പറയുന്ന സംഗതി പ്രകീർത്തനമാവുന്നത് ഒരു ദുരന്തത്തെക്കുറിച്ച് പറയുമ്പോൾ. അപ്പം നാടകം എന്താണെന്ന് അറിയില്ലെങ്കിൽ പോലും നാടകത്തിൻ്റെ ദർശനത്തെ യഥാർത്ഥത്തിൽ ഇബ്നു റുഷ്ദ് ഏതോ അർത്ഥത്തിൽ ഉൾക്കൊണ്ടു എന്നതിനുള്ള തെളിവും കൂടിയാണ് ആ വാക്കുകൾ. ഒരിക്കലും ഈ മദ്ഹ് എന്നുള്ള വാക്ക് ട്രാജഡിയുടെ ട്രാൻസ്ലേഷനേ അല്ല. ഇതുപോലെ കോമഡിക്ക് അദ്ദേഹം കൊടുത്തിട്ടുള്ളത് ഹിജാ എന്നുള്ളൊരു വിവർത്തനമാണ്. അതിൻ്റെ അർത്ഥം സറ്റയർ എന്നാണ്, ആക്ഷേപഹാസ്യം. കോമഡി, ആക്ഷേപഹാസ്യം ഒരു പരിധിവരെ നമുക്ക് അംഗീകരിക്കാം, ഒരു തമാശയാണല്ലോ. എന്നാൽ ട്രാജഡി എങ്ങനെയാണ് മദ്ഹാകുന്നത്? അപ്പോൾ സത്യത്തിൽ അത് മദ്ഹാകുന്നത് എങ്ങനെ എന്നുള്ളതിന് ദുരന്ത നാടകങ്ങൾ തന്നെ തെളിവാണ്. ഏറ്റവും വലുപ്പം ഈ വിധി അടിച്ചേൽപ്പിക്കുന്ന ദുരന്തങ്ങളുടെ ഒരു ആഖ്യാനമാണ് യഥാർത്ഥത്തിൽ ഗ്രീക്ക് നാടകത്തിൽ സോഫോക്ലീസിൻ്റെ ഈഡിപ്പസ് ത്രയം. ഈഡിപ്പസ് ചെയ്തിട്ടുള്ള, അയാൾ അറിയാതെ ചെയ്തിട്ടുള്ള കുറ്റങ്ങളുടെ പേരിൽ നാട്ടിൽ വലിയ ദുർനിമിത്തങ്ങൾ ഉണ്ടാകുന്നു, അയാൾക്ക് തന്നെ തിരിച്ചടി ഉണ്ടാകുന്നു.
പക്ഷേ അവസാനം അയാളറിയാതെ ഒരു നിലക്കും അയാൾ അച്ഛനെ കൊല്ലുന്നു, അച്ഛനാണെന്ന് അറിഞ്ഞിട്ടല്ല. അതുപോലെ അമ്മയെ വിവാഹം കഴിക്കുന്നു, അമ്മയാണെന്ന് അയാൾക്ക് അറിയില്ലായിരുന്നു. അയാളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്നതാണ്. അപ്പോൾ അവിടെ യഥാർത്ഥത്തിൽ വില്ലൻ ഫെയ്റ്റാണ്. എന്നിരുന്നാൽ പോലും ഈഡിപ്പസ് അത് സ്വയം ഏറ്റെടുത്തിട്ട് കണ്ണ് രണ്ട് കുത്തിപ്പൊട്ടിച്ചിട്ട് പിന്നെ തെരുവിലേക്ക് ഇറങ്ങുന്നിടത്താണ് ആ നാടകം അവസാനിക്കുന്നത്. അവിടെ ഈഡിപ്പസ് യഥാർത്ഥത്തിൽ ഒരു വിശുദ്ധനായിട്ട് മാറുകയാണ്. ശരിക്കും ഈഡിപ്പസ് അവിടെ ഒരു വിശുദ്ധനായിട്ട്. സ്വാഭാവികമായിട്ടും ഒരു ട്രാജഡിയുടെ ആഖ്യാനം, ആ ട്രാജഡിക്ക് നാട്ടിലുണ്ടാകുന്ന ദുരന്തങ്ങൾക്ക് നിമിത്തമായി തീരുന്ന അതേ ഈഡിപ്പസ് രാജാവിൻ്റെ തന്നെയും ഒരു മധുഹായിട്ട് മാറുകയാണ് ചെയ്യുന്നതെന്നുള്ളതാണ്. ഇതിങ്ങനെയല്ലാതെ മറ്റ് രൂപങ്ങളിലും കാണാൻ സാധിക്കും. ഇപ്പോൾ ഷേക്സ്പിയറുടെ ദുരന്ത നാടകങ്ങൾ എടുത്താൽ, ഷേക്സ്പിയർ പലപ്പോഴും ഹിംസയെ ആവിഷ്കരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഹിംസ എങ്ങനെയാണ്, മനുഷ്യനിൽ ഹിംസ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? പലരിലും പലതരം ദുരകളാണ് അവരിൽ ഹിംസ ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഫലമാണ് നാട്ടിലുണ്ടാകുന്ന പല പ്രശ്നങ്ങളും എന്നുള്ളൊരു അർത്ഥം അതിനുണ്ട്. പക്ഷെ അങ്ങനെ വരുമ്പോഴും ആ ഒരു ഹിംസാത്മകമായിട്ടുള്ള ജീവിതത്തിൽ ആ ഒരു ട്രാജഡി ഇങ്ങനെ അവതരിപ്പിക്കുമ്പോൾ അതിൽ ചില കഥാപാത്രങ്ങൾ, തിളക്കമാർന്ന ചില കഥാപാത്രങ്ങൾ നന്മയുടെ പ്രതിരൂപങ്ങളായിട്ട്, സാധാരണ പഴയ പിന്നെ സിനിമകളിലൊക്കെ കാണുന്ന സ്വഭാവത്തിലുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് നായകനും വില്ലനും എന്നല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ശരിക്കും ഒരു മനുഷ്യ പ്രകൃതത്തിൻ്റെ നന്മയുടെ നിഷ്കളങ്കതയുടെ പ്രതീകമായിട്ടുള്ള ചില കഥാപാത്രങ്ങൾ അതെല്ലായിടത്തും ഉണ്ടാവും. ഇപ്പോൾ പിന്നെ കുറ്റവും ശിക്ഷയും നമ്മൾ വായിക്കുമ്പോൾ, ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ് വായിക്കുമ്പോൾ, ഈ റസ്കോൾനിക്കഫ് എന്ന് പറയുന്ന കഥാപാത്രം രണ്ടുപേരെ കൊല്ലുന്ന കഥാപാത്രമാണ്. പക്ഷേ ആ കൊല്ലുന്നതിന് സാമൂഹികമായി ദസ്തേവ്സ്കി കുറച്ചുകൂടി സാമൂഹിക വിമർശനപരമായിട്ടാണ് അത് അവതരിപ്പിക്കുന്നത് എന്ന കാരണത്താൽ അതിന് വളരെ കൃത്യമായിട്ട് സാമൂഹികമായ കാരണമുണ്ട്. എന്നാൽ പോലും ഇതുണ്ടാക്കുന്ന ഒരു ഗിൽറ്റി കോൺഷ്യസ്നെസ്സാണ് പിന്നീട് അതിൻ്റെ ഒരു പ്രമേയം. ഈ ഒരു ഗിൽറ്റി കോൺഷ്യസ്നെസ്, ഈ ഒരു പാപബോധം അദ്ദേഹത്തിൽ ഉണ്ടാക്കുന്നതും പിന്നീട് കുറ്റമേറ്റ് പറയുന്നതും അതിനൊക്കെ കാരണമായി തീരുന്ന സോഫിയ എന്നൊരു കഥാപാത്രം അതിലുണ്ട്. ആ സോഫിയ അതിൽ വരുന്നത് ഒരു പ്രവാചകനെ പോലെയാണ്, അതിന് സമാനമായിട്ട്. അപ്പോൾ ഒരു ദുരന്തം ഒരു ഭാഗത്ത് ഉണ്ടാകുമ്പോൾ മറുഭാഗത്ത് ഒരു നന്മയുടെ മധുഹായിട്ട് അത് മാറുന്നുണ്ട് എന്നുള്ളതാണ്. ഷേക്സ്പീരിയൻ നാടകത്തിൽ മാക്ബത്ത് വലിയൊരു ദുരന്ത നാടകമാണ്. പക്ഷേ അവസാനത്തിൽ അതിൽ നമ്മൾ പിന്നെ ഈ മാക്ഡഫ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ രണ്ട് കഥാപാത്രങ്ങളാണ് മാക്ബത്തിനെ കീഴ്പ്പെടുത്തുന്നത്. അപ്പോൾ ഈ കഥാപാത്രങ്ങൾ അവിടെ നന്മയുടെ അടയാളമായിട്ട് മാറുന്നുണ്ട്, അവരുടെ മധുഹായിട്ട് അത് തന്നാലെ മാറുന്നുണ്ട്. അതുപോലെ കിങ് ലിയറിലുള്ള കോർഡീലിയ എന്നുള്ള കഥാപാത്രം, ഈ ഒഥല്ലോ എടുത്താൽ, ഒഥല്ലോ എന്ന് പറയുന്നതും ഒരു ഭാഗത്ത് ഒഥല്ലോയുടെ സംശയം, ഭാര്യയുമായി ബന്ധപ്പെട്ട് അയാൾക്കുണ്ടാകുന്നൊരു പാരനോയിയാണ്. ഈ പാരനോയ സൃഷ്ടിക്കുന്നിടത്ത് ഇയാഗോ എന്ന് പറഞ്ഞിട്ടൊരു കഥാപാത്രത്തിൻ്റെ ദുഷ്ടത, ആ ഹിംസാത്മകത പ്രകടമല്ല, അത് വലിയൊരു പിന്നെ ആക്രമണമായിട്ടോ അല്ലെങ്കിൽ ആളുകളുടെ മേലുള്ള പിന്നെ ഒരു ഇതായിട്ട് അക്രമമായിട്ടൊന്നും വരുന്നില്ല. അതേസമയം തന്നെ അയാളിലുള്ള ആ ഒരു ഹിംസാത്മകതയുടെ ഒരു പ്രതിഫലനമാണ് യഥാർത്ഥത്തിൽ ഒഥല്ലോ ഭാര്യയെ കൊന്നു എന്നുള്ളത്. പക്ഷെ അവിടെ ഈ ഡെസ്ഡിമോണ എന്ന് പറയുന്ന ഒരു കഥാപാത്രം ശരിക്കും പറഞ്ഞാൽ വിശുദ്ധീകരിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു മധുഹായിട്ട് അത് മാറുന്നു എന്നുള്ളത് മാത്രമല്ല, മറുഭാഗത്ത് കാസിയോ എന്ന് പറഞ്ഞിട്ട് വേറൊരു കഥാപാത്രം കൂടെ അതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ശരിക്കും ട്രാജഡി എന്ന് പറയുന്നത് മധുഹായിട്ട് മാറുന്നത്. അപ്പം എന്താണ് നാടകം എന്നറിയാത്ത, അതിൻ്റെ പേരിൽ വല്ലാതെ ഉടറിയ അവറോസ് തന്നെയും അതിനെക്കുറിച്ച് എഴുതിയപ്പോൾ അത് കറക്റ്റായിട്ട് വന്നത് യഥാർത്ഥത്തിൽ അവറോസ് ഒരു ഫിലോസഫർ ആയതുകൊണ്ടും നാടകത്തിന് കൃത്യമായൊരു ഫിലോസഫി ഉള്ളതുകൊണ്ടാണ്. നാടകത്തിന് കൃത്യമായൊരു ഫിലോസഫി ഉള്ളതുകൊണ്ടും അവറോസ് ഒരു ഫിലോസഫർ ആയതുകൊണ്ടും ശരിക്കും പറഞ്ഞാൽ ഭാഷ നമ്മൾ നേർക്ക് നേരെയുള്ള പദാനുപത വിവർത്തനം വെച്ച് നോക്കുമ്പോൾ ട്രാജഡി എന്നുള്ള വാക്കിന് ഒരിക്കലും ചേരുന്നതല്ല മധുഹ് എന്നുള്ള വാക്ക്. കോമഡി ഞാൻ പറഞ്ഞല്ലോ പിന്നെ ഒപ്പിക്കാം, സറ്റയർ എന്ന് പറയുമ്പോൾ അത് പിന്നെ ഒപ്പിക്കാം, മറ്റത് ഒരിക്കലും ചേരുന്ന വാക്കല്ല. എന്നിട്ട് പോലും അത് ഉപയോഗിച്ചപ്പോൾ അത് വളരെ യാദൃച്ഛികമായിട്ടാണെങ്കിലും ഇതിങ്ങനെ കറക്റ്റായിട്ട് വന്നു എന്ന് പറയുന്നിടത്ത് അവിടെ വർക്ക് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ ഈ ഫിലോസഫി എന്നൊക്കെ പറയുന്നത് ശരിക്കും കിതാബുകളിൽ മാത്രമുള്ള സാധനമൊന്നുമല്ല, അത് ജീവിതത്തിൽ ഇടപെടുന്നത്, അതിൻ്റെ വ്യത്യസ്ത വ്യാഖ്യാനങ്ങളാണല്ലോ ഈ പുസ്തകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ പിന്നെ ഈ ബോർഹസ് പറയുന്നൊരു കാര്യമുണ്ട്. ഒന്ന്, തിയേറ്റർ ഒരു അനുഭവമാണത്, അത് ഒരു ടെക്സ്റ്റ് അല്ല, അത് പുസ്തകത്തിലൂടെ എന്ന് പറഞ്ഞാൽ അതൊരു പിന്നെ ഫിനോമിനൻ ഓഫ് പ്രസൻസ്, അത് സാന്നിധ്യത്തിൻ്റെ ഒരു പ്രതിഭാസമാണത്. അതുകൊണ്ടാണ് ഈ കുട്ടികളെ അയാൾ കാണുന്നുണ്ട്, കുട്ടികൾ നാടകം കളിക്കുകയല്ല, പക്ഷേ അത് നാടകമാണ്. നാടകം കളിക്കുകയല്ല കുട്ടികൾ, എന്നാൽ അത് നാടകമാണ്. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ നാടകം, അതൊരു അനുഭവമായിട്ട് മാറുന്നു എന്നുള്ളതാണ് ഒരു പിന്നെ വിഷയം. അപ്പോൾ ലോകത്തിൽ അന്നത്തെ ഏറ്റവും വലിയ ജ്ഞാനികളിൽ ഒരാളായിരുന്നിട്ടും ഇബ്നു റുഷ്ദിന് നാടകം മനസ്സിലാകാതെ പോയത് പുസ്തകത്തിൽ നിന്ന് ഇത് പഠിക്കാൻ ശ്രമിച്ചതുകൊണ്ടാണ്. പുസ്തകത്തിൽ നിന്ന് വായിച്ചറിയേണ്ട ഒന്നല്ല, അത് ലൈവായിട്ട് സംഭവിക്കേണ്ട ഒന്നാണ്. അതാണ് ഈ കുട്ടികളുടെ കളിയിലൂടെ ബോർഹസ് കാണിച്ചിട്ടുള്ളത്.
അപ്പോൾ നാടകത്തെക്കുറിച്ചുള്ളൊരു വലിയൊരു ദർശനമാണ് അവിടെ മുന്നോട്ട് വെക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ മറ്റൊന്നും കൂടിയുണ്ട്, ഇദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് നാടകം എന്ന് പറയുന്ന കലാരൂപത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കാത്ത, അവിടെ സംഭവിക്കുന്ന ഒരു കൾച്ചറൽ ബ്ലൈൻഡ്നെസ്സാണ്. അതിപ്പോഴും വല്ലാതെ ഒരു പ്രസക്തമാകുന്നൊരു വിഷയമൊന്നുമല്ല. നമ്മുടെ മനസ്സിലാക്കലിന് അതിരുകളുണ്ട്. യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സിലാക്കലിനും അറിവിനുമൊക്കെ ശരിക്ക് അതിരുകളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കാര്യം ഏറ്റവും അവസാനം ഈ ബോർഹസിൻ്റെ തന്നെ ഒരു മെറ്റാ തിയേറ്റർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൂടി അതിൽ വരുന്നുണ്ട്. കാരണം ഇതിൽ കഥയുടെ അവസാനത്തിൽ ഇബ്നു റുഷ്ദ് പോയിട്ട് കണ്ണാടിയുടെ മുമ്പിൽ നിന്നിട്ട് സ്വയം നോക്കുന്നു, പിന്നെ അപ്രത്യക്ഷനാവണം അയാൾ എവിടെ പോയി എന്നുള്ള ഒരു വിവരമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിലൂടെ പറയുന്നത് വെച്ചാൽ ഈ ബോർഹസിന് ഇബ്നു റുഷ്ദിനെയും പിടുത്തം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ബോർഹസ് എന്ന് പറയുന്ന കഥാകൃത്ത് അത്രയും കഥ എഴുതിയിട്ട് അവസാനമാണ് കഥാകൃത്ത് ആ ഒരു തിരിച്ചറിവിലേക്ക് വരുന്നത്. എന്ന് പറഞ്ഞാൽ ഇബ്നു റുഷ്ദിന് നാടകം തിരിയാത്തതുപോലെ ബോർഹസിന് ഇബ്നു റുഷ്ദിനെയും തിരിഞ്ഞിട്ടില്ല. എങ്ങനെ തിരിഞ്ഞിട്ടില്ല എന്ന് ചോദിച്ചാൽ ടെക്സ്ച്വലായിട്ട് തിരിഞ്ഞിട്ടില്ലെങ്കിലും ഇബ്നു റുഷ്ദ് ഫിലോസഫർ ആയതുകൊണ്ടും ഫിലോസഫിക്കലായിട്ടുള്ള സാഹിത്യം ബോർഹസ് ഫിലോസഫിക്കലായിട്ട് സാഹിത്യം രചിക്കുന്ന ആളായതുകൊണ്ടും ഏതോ അർത്ഥത്തിൽ മാനസികമായൊരു ബന്ധം ബോർഹസും ഇബ്നു റുഷ്ദും തമ്മിൽ രൂപപ്പെട്ടിട്ടുണ്ട്. ഇതുപോലെ ഇബ്നു റുഷ്ദ് ദാർശനികനായതുകൊണ്ടും നാടകത്തിനൊരു ദർശനം ഉള്ളതുകൊണ്ടും നാടകം എന്താണെന്ന് അറിയാതെ തന്നെ എഴുതി വെക്കാനും രേഖപ്പെടുത്താനും ഇബ്നു റുഷ്ദിന് സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ ഞാൻ ആമുഖമായിട്ട് പറഞ്ഞൊരു വർത്തമാനമാണ്. അപ്പോൾ നാടകം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അക്ഷരങ്ങളിലൂടെ അല്ലെങ്കിൽ നിർവചനങ്ങളിലൂടെ മാത്രം പഠിക്കാൻ ശ്രമിച്ചാൽ നമ്മളും ആകപ്പാടെ വഴിതെറ്റിപ്പോവും, കൺഫ്യൂസ്ഡ് ആവും. അതിനപ്പുറം അത് ജീവിതം കൊണ്ട്, ശരിക്കും പറഞ്ഞാൽ വാക്കുകൾ കൊണ്ടും അനുഭവം കൊണ്ടുമൊക്കെ അറിയേണ്ടതാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. നാടകം രൂപപ്പെട്ട് വന്നതും അങ്ങനെ തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് BC 534 ഏഥൻസിൽ ഒരു ഡയോണിഷ്യൻ ഉത്സവവേദിയിൽ വെച്ചാണ് ആദ്യമായിട്ടൊരു പെർഫോമൻസ് ഉണ്ടാകുന്നത് എന്ന് ചില ചരിത്രകാരന്മാർ പറയുന്നു. അവിടെ തിയസ്പിസ് എന്ന് പറയുന്ന ഒരാളാണ് ഈ മാസ്കൊക്കെ ധരിച്ചിട്ട് വരികയും അയാൾ ആൻസർ പറയുകയും ചെയ്യുന്നു. ആ ആൻസർ പറയുന്നു എന്നുള്ളതിൽ നിന്നാണ് ഹിപ്പോക്രാറ്റ് എന്നുള്ളൊരു വാക്കും വന്നത് എന്നും ഞാൻ പറഞ്ഞു. ഹിപ്പോക്രാറ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ ഇതിൽ ഗ്രീക്ക് ഭാഷയിൽ നടൻ, പക്ഷേ ആ വാക്കിൻ്റെ അർത്ഥം ഉത്തരം പറയുന്ന ആളെന്നാണ്. ഈ വാക്കുകളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം നാടകം എത്രത്തോളം ആഴമുള്ള ദർശനമാണ് ഉൾക്കൊള്ളുന്നത് എന്നതിനെ സംബന്ധിച്ച്. സാധാരണ നാടിൻ്റെ അകം എന്നൊക്കെ പറയാറുണ്ട്, നമ്മുടെ ഭാഷയിലാണെങ്കിൽ നാടിൻ്റെ അകം എന്നൊക്കെ പറയാറുണ്ട്. പിന്നെ ഷേക്സ്പിയർ പറയുന്നത് വെച്ചാൽ ഈ ലോകം തന്നെ ഒരു തിയേറ്ററാണ്, നമ്മളൊക്കെ അതിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന നടീനടന്മാരാണ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ എന്തായാലും ഈ തിയസ്പിയസ് എന്ന് പറയുന്ന മനുഷ്യൻ, അതിൽ നിന്നാണ് തിയസ്പിയൻ എന്ന് പറയുന്നൊരു വാക്ക് ആക്ടർ എന്നുള്ള അർത്ഥത്തിൽ വന്നത്. ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ആയിട്ടുള്ള ഈ സംഭാഷണങ്ങൾ, ഇങ്ങനൊരു രൂപത്തിലാണ് ആദ്യം നാടകം വികസിച്ചത്. ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ സംഭവ സ്ഥലത്ത് ഈ പെർഫോമൻസിൽ അല്ലെങ്കിൽ ഈ പ്രകടനത്തിൽ കാണികളും പങ്കാളികളാണ്. ഒരാൾ വന്നിട്ട് ഏകപക്ഷീയമായിട്ട് എന്തെങ്കിലും അടിച്ചേൽപ്പിക്കുകയല്ല ചെയ്യുന്നത്. കാണികളും പങ്കാളികളാണ്. കൂട്ടത്തിൽ നിന്ന് ഒരാൾ മാറി നിന്നിട്ട് ഞാനല്ല മറ്റൊരാളാണെന്ന് പ്രഖ്യാപിക്കുന്ന പരിപാടിയാണല്ലോ അഭിനയം എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെ അഭിനയിക്കുമ്പോഴും അയാൾക്കൊത്ത് കാണികളും മാറുന്നു, അവരും പങ്കാളികളാകുന്നു എന്നുള്ളതാണ് ആരംഭം മുതൽക്ക് തന്നെ. ഈ തിയസ്പിയസ് പിന്നീട് നാടകങ്ങൾ എഴുതിയിട്ടുണ്ടെന്നാണ് പറയുന്നത്, പക്ഷെ അതൊന്നും ലഭ്യമല്ല. അദ്ദേഹത്തിൻ്റെ പേരിൽ കുറേ നാടകങ്ങളും പുസ്തകങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയപ്പെടുന്നു. അതിൻ്റെ ഒന്നും കോപ്പികൾ ലഭ്യമല്ല. ആദ്യമായിട്ട് നമുക്ക് ലഭ്യമായിട്ടുള്ള ആദ്യത്തെ നാടകം എന്നൊക്കെ പറയുന്നത് അത് യഥാർത്ഥത്തിൽ ഈ എയ്സ്കിലസ് എന്ന് പറഞ്ഞിട്ടൊരു ഗ്രീക്ക് നാടകൃത്തുണ്ട്. എയ്സ്കിലസ് എന്ന് പറയുന്ന ഗ്രീക്ക് നാടകൃത്തിൻ്റെതാണ് നമുക്ക് ഈ ലഭ്യമായിട്ടുള്ള ആദ്യത്തെ നാടകങ്ങൾ എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ എന്തായാലും നാടകത്തിൻ്റെ ദർശനത്തെക്കുറിച്ച് പറയുമ്പോൾ ഇതിൻ്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള അവതരണങ്ങളെക്കുറിച്ചും പറയേണ്ടതാണ്. ഈ പുതിയ ചില പ്രവണതകൾ വളരെ പ്രധാനമാണല്ലോ. അപ്പം വ്യത്യസ്ത രീതിയിൽ പലതരം തിയേറ്ററുകളായിട്ട് ഈ നാടകം വികസിച്ചിട്ടുള്ളതൊക്കെ ഈ ഓരോ കാലദേശബന്ധിതമായിട്ടും അതോടൊപ്പം തന്നെ ഓരോരോ വ്യത്യസ്തങ്ങളായിട്ടുള്ള തത്വശാസ്ത്രത്തിൽ ഊന്നിക്കൊണ്ടുമാണ് എന്ന് കാണാൻ കഴിയും. അപ്പോൾ മൊത്തത്തിൽ ഒരു ഏത് കലയും എന്നതുപോലെ തന്നെ സമൂഹത്തോടുള്ള ഒരു പ്രതികരണമായിട്ട് അത് മാറുന്നു എന്നുള്ളതാണ്. അങ്ങനെ മാറുമ്പോഴാണ് എല്ലാത്തിനും ഒരു പ്രസക്തി ഉണ്ടാവുക. ഇപ്പോൾ 1970കളിൽ രൂപപ്പെട്ടിട്ടുള്ള ബ്രസീലിൽ രൂപപ്പെട്ടുള്ളൊരു പ്രവണത, അത് കമ്മ്യൂണിറ്റി തിയേറ്റർ അല്ലെങ്കിൽ ഇൻവിസിബിൾ തിയേറ്റർ എന്നൊക്കെ പറയും. അപ്പോൾ പരീക്ഷണമാണ്. ഇപ്പോൾ ബസ് യാത്ര ചെയ്യുന്ന സമയത്ത് ഒരാൾ എണീറ്റ് വന്നിട്ട് യാചന നടത്തുകയാണ്. എനിക്കെന്ത് തരണം, ജീവിക്കാൻ വഴിയില്ല എന്നൊക്കെ പറയുമ്പോൾ ആളുകൾ വളരെ സഹതാപത്തോടെ അയാളെ സഹായിക്കാൻ പോകുമ്പോൾ മറ്റൊരാൾ എണീറ്റ് നിന്നിട്ട് പറയും, നിങ്ങൾ അയാളെ സഹായിക്കരുത്, അയാളെ യാചകനാക്കി മാറ്റിയത്, അയാളുടെ അവകാശങ്ങൾ തടഞ്ഞത് സിസ്റ്റമാണ്, അതുകൊണ്ട് ഈ സിസ്റ്റത്തെ തകർക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നു. അങ്ങനെ രംഗത്ത് വരുന്നതോടുകൂടി ബസ്സിനകത്ത് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ എഴുതപ്പെട്ട ഒരു ഒന്നുമില്ലാത്ത
പിന്നെ ഒരു നാടകമാണ്. ഈ രൂപത്തിലൊക്കെ നാടകം ഇപ്പോൾ അവതരിപ്പിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും ഒരു വളരെ പ്രധാനപ്പെട്ട. ബ്രസീൽ ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആചാര്യൻ ആധുനിക കാലത്ത് ഔഗുസ്തോ ബോൽ എന്ന് പറയുന്ന ഒരാളാണ്. ഔഗുസ്തോ ബോൽ അത് ഏതാണ്ട് 60-70കളിലാണ് ഔഗുസ്തോ ബോൽ. പിന്നെ അതേ കാലത്ത് തന്നെ സിനിമയിലുണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരീക്ഷണവും ഈ പിന്നെ ബ്രസീലിൽ തന്നെയാണ്. സിനിമ നോവ എന്ന് പറയും. സിനിമ നോവ ഈ പ്രതികരണത്തിൻ്റെ സിനിമാ ചരിത്രം പരിശോധിച്ചാൽ പിന്നെ അതിലേറ്റവും തീവ്രമായിട്ടുള്ള പ്രതികരണം സമരം അത് ശരിക്ക് ലാറ്റിൻ അമേരിക്കയിലും ആഫ്രിക്കയിലുമാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് കാണാൻ കഴിയും. നമ്മൾ പൊതുവായിട്ട് ഈ മൂന്നാം സിനിമ എന്ന് പറയുന്നൊരു സംഗതി അതിൻ്റെ ഒരു രൂപം പ്രാപിച്ചത് തന്നെ യഥാർത്ഥത്തിൽ ലാറ്റിൻ അമേരിക്കയിലാണ്. അതിൻ്റെ ആളുകൾ ശരിക്ക് പിന്നെ ഈ മൂന്നാം സിനിമക്ക് ഒരു തത്വശാസ്ത്രം രചിച്ചിട്ടുള്ളത് ഈ അർജൻറ്റീനയിലെ 2 ചലച്ചിത്രകാരന്മാർ ചേർന്നിട്ടാണ്. പിന്നെ ഫെർണാണ്ടോ സൊളാനസ് അതുപോലെ ഒക്ടോവിയോ ഹെറ്റിനോ എന്ന് പറയുന്ന 2 പേര്. അവർ അവർ ഓഫ് ഫർണസസ് എന്ന് പറഞ്ഞിട്ടൊരു സിനിമ എടുത്തു. ഈ അവർ ഓഫ് ഫർണസസ് എന്ന് പറഞ്ഞാൽ അത് 3 പാർട്ടായിട്ടാണ് വരുന്നത്. ആദ്യത്തെ പാർട്ട് 1 മണിക്കൂറോളം ദൈർഘ്യമുണ്ടായിരുന്നു. ഈ സിനിമയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് വെറുതെ അങ്ങോട്ട് കാണിക്കുകയല്ല ചെയ്യുന്നത്. ഇതൊന്ന് കാണിച്ചിട്ട് അത് ആളുകളുമായിട്ടുള്ള സംവാദം ആവശ്യപ്പെടുന്നു. മാത്രവുമല്ല പിന്നീട് ഇത് ഡോക്യുമെൻ്ററിയാണിത്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു സ്വഭാവത്തിലാണ് അത് ചെയ്തിരിക്കുന്നത്. പിന്നെ അർജൻറ്റീനയുടെ ഒരു ചരിത്രം, അവിടെയുള്ള ഈ പെറോണിസം എന്ന് പറഞ്ഞിട്ടൊരു പ്രത്യേക ഒരു ഇടതുപക്ഷ സിദ്ധാന്തം ഉണ്ടായിരുന്നു. അതിനെ കുറേ വിമർശനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അപ്പോൾ ഈ യുവാൻ പെറോൺ എന്ന് പറയുന്നൊരു വലിയൊരു അദ്ദേഹം ഈ പിന്നെ ഈ അർജൻറ്റീന എന്ന് പറഞ്ഞാൽ എപ്പോഴും ഈ വംശീയത ആരോപിക്കപ്പെടുന്നൊരു സ്ഥലമാണ്. മാത്രമല്ല ഈ വെള്ളവത്കരണം എന്ന് പറയാം, വെളുപ്പിക്കുക എന്ന് പറയുന്നത് ഒരു പ്രവണത കുറേ കാലമായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെയുള്ള ബ്ലാക്സിനെയും മറ്റുമൊക്കെ ബ്ലാക്ക് ഔട്ട് ചെയ്യാണ് ചെയ്തത്. ആക്ച്വലി അവിടെ ബ്ലാക്സ് ഇല്ല എന്നാണ് അവർ പറയുക. പക്ഷേ അത് തെറ്റാണ്. അവിടെ ബ്ലാക്സ് ഉണ്ട്, മുലാത്തോകളുണ്ട്, മെസ്റ്റിസോകളുണ്ട്, സാംബോകളുണ്ട്, ഇങ്ങനെയുള്ള വ്യത്യസ്ത വിഭാഗങ്ങളൊക്കെ അവിടെ ഉണ്ട്. വളരെ ന്യൂനപക്ഷമാണെന്നേ ഉള്ളൂ. പക്ഷേ അർജൻറ്റീന ഒരു പൊതുവായിട്ട് അവിടുത്തെ അർബൻ പിന്നെ ഈ ഉപരിവർഗം അർബൻ എലീറ്റിൻ്റെ ചിന്തയനുസരിച്ച് അർജൻറ്റീന എന്ന് പറഞ്ഞാൽ പിന്നെ സ്പെയിനാണ്. അവരുടെ പിന്നെ എന്താണ് അർജൻറ്റീന തലസ്ഥാനം ഏതാണ്? റിയോ ഡി ജനറോ അല്ലേ? പിന്നെ അല്ല, റിയോ ഡി ജനറോ ബ്രസീലിലാണ്. ബ്യൂണസ് അയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഡ്രിഡാണ്. പിന്നെ അതുപോലെ അർജൻറ്റീന എന്ന് പറഞ്ഞാൽ സ്പെയിനാണ് എന്ന ചിന്തയുമായിട്ട് നടക്കുന്ന നിങ്ങൾ ഈ പിന്നെ ഇപ്പം ഫിഫ കളിയുടെ സമയമാണല്ലോ. അർജൻറ്റീനയ്ക്കെതിരെ വരുന്ന ഏറ്റവും വലിയൊരു ആരോപണം തന്നെ അതാണ്. വെളുത്തവർ മാത്രമുള്ള ഒരുപക്ഷെ ഒരേ ഒരു ടീമായിരിക്കും അത്. വെളുത്തവരെ മാത്രമേ അവർ കളിപ്പിക്കുള്ളൂ. കാരണം അർജൻറ്റീന എന്ന് പറഞ്ഞിട്ട് ഏത് പ്രതിനിധാനത്തിനും വെളുത്തവർ തന്നെ വേണമെന്ന് ഒരു നിർബന്ധമുള്ളത് പോലത്തെ ഒരു ടീമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രമേൽ വംശീയത അവരിൽ ആരോപിക്കപ്പെടുന്നുണ്ട്. അതിൻ്റെ സൂക്ഷ്മ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടതില്ല, നമ്മുടെ വിഷയമൊന്നുമല്ല. പക്ഷേ എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ ഈ അടിച്ചമർത്തപ്പെടുന്നവരുടെ അതുപോലെ തന്നെ മാർജിനലൈസ് ചെയ്യപ്പെടുന്നവരുടെ പക്ഷത്ത് നിന്നിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ ബോർഹസ് അർജൻറ്റീനക്കാരനാണ്. ബോർഹസ് വളരെ വിശാലമായൊരു മാനവിക പ്രതലത്തിൽ ചിന്തിച്ചിട്ടുള്ളൊരു സാഹിത്യകാരനാണ്. അദ്ദേഹം അർജൻറ്റീനക്കാരനാണ്. ലോകത്ത് വിപ്ലവത്തിൻ്റെ ഒരു പ്രതീകമായിട്ട് അറിയപ്പെടുന്ന ഏണസ്റ്റോ ചെഗുവേര അർജൻറ്റീനക്കാരനാണ്. അതുപോലെ തന്നെ എല്ലാ മതിൽക്കെട്ടുകളെയും പൊളിച്ചെറിഞ്ഞിട്ട് മനുഷ്യൻ ഒന്നാണെന്ന് പ്രഖ്യാപിക്കുന്ന സിനിമയുടെ വക്താക്കളായിട്ടുള്ള ഈ പറഞ്ഞ ഹെറ്റിനോയും സൊളാനസും അർജൻറ്റീനക്കാരാണ്. യുവാൻ പെറോൺ എന്ന് പറഞ്ഞാലും അദ്ദേഹം ഒരുപാട് കാലം അർജൻറ്റീന ഭരിച്ചിട്ടുമുണ്ട്. പെറോണിസം എന്ന് പറയുന്നത് യുവാൻ പെറോണിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി എന്ന് പറയുന്നത് ഈ താഴ്ന്ന ആളുകളുടെ അല്ലെങ്കിൽ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആളുകളുടെ പിന്തുണയായിരുന്നു എന്നും കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ നിന്ന് തന്നെ അവരെത്രത്തോളം ഉണ്ട് നമുക്കറിയാലോ. അവിടെ ചുവന്നവരും കറുത്തവരും ഒക്കെ ആയിട്ട് എത്രത്തോളം ആളുകളുണ്ട് പെറോൺ ഇത്രയും ജനസമ്മതി കിട്ടിയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായിരുന്നാലും പിന്നെ ഞാൻ പറയുന്നത് അവർ ഓഫ് ഫർണസസിനെ കുറിച്ചാണ്. ഈ അവർ ഓഫ് ഫർണസസിൻ്റെ ആളുകൾ മൂന്നാം സിനിമയുടെ ഒരു മാനിഫെസ്റ്റോ ഉണ്ടാക്കിയപ്പോൾ അതിലെപ്പോഴും പറഞ്ഞു വെച്ചാൽ ജനങ്ങളുടെ ഇടപെടലാണ് ഈ സിനിമ എന്ന് പറയുന്നൊരു സാധനം എന്നാണ്. അപ്പം നമ്മൾ ഈ സ്റ്റുഡിയോയിൽ വെച്ച് ഈ പുതിയ സിനിമകളുടെ ഒക്കെ ഇതിൻ്റെ ഒക്കെ ഒരു പിന്നെ സിനിമയിലേക്ക് കിടക്കുകയല്ല, അത് ഇതുമായിട്ട് ബന്ധമുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ പുതിയ സിനിമ ശരിക്കും പറഞ്ഞാൽ അത്തരം പരീക്ഷണങ്ങൾ ആദ്യം ആരംഭിക്കുന്ന യൂറോപ്പ് തന്നെയാണ്. ഇറ്റാലിയൻ നിയോ റിയലിസം അതുപോലെ ഫ്രഞ്ച് ന്യൂ വേവ് എന്നൊക്കെ പറയും. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറഞ്ഞാൽ അവർ ഈ സ്റ്റുഡിയോ അതുപോലെയുള്ള സെറ്റപ്പുകളൊക്കെ ഒഴിവാക്കി എന്നിട്ട് തെരുവിലേക്ക് ക്യാമറയായിട്ട് ഇറങ്ങി. അപ്പോൾ ഈ 2 പിന്നെ പ്രസ്ഥാനങ്ങളുടെ അനുരണനങ്ങളാണ് പിന്നീട് ലോകത്തെമ്പാടും ഉണ്ടായിട്ടുള്ള ഇന്ത്യയിലെ സമാന്തര സിനിമ പാരലൽ മൂവി എന്ന് പറയുന്ന സാധനം. പിന്നെ ഋത്വിക് ഘട്ടക്ക് അദ്ദേഹത്തിൻ്റെ ഒക്കെ ഭയങ്കര രാഷ്ട്രീയമുള്ള സിനിമകളാണ്. മൃണാൾ സെൻ, പിന്നെ മലയാളത്തിലുള്ള അടൂർ ഗോപാലകൃഷ്ണൻ, ഇതൊക്കെ ആ ഒരു വഴി പിന്തുടർന്ന ആളുകളാണ്. ഇതിൻ്റെ ഒരു അനുരണനം തന്നെയായിരുന്നു ഈ പറഞ്ഞ സിനിമ നോവോയും. സിനിമ നോവോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം തന്നെ സിനിമ എന്ന് പറയുന്നത് ഈ സ്ക്രീനിലുള്ളതല്ല, മറിച്ച് ജനങ്ങൾ എന്താണ്, അപ്പം അവരുടെ പ്രതികരണം.
ഇതിനനുസരിച്ചാണ് ആളുകൾക്ക് കൂടി പങ്കാളിത്തമുള്ള, യഥാർത്ഥത്തിൽ ഒരു കലയെ കൂടുതൽ ഉദാത്തമാക്കുന്നത് തന്നെ അത് പൂർണ്ണത ഇല്ലാതിരിക്കുമ്പോഴാണ് എന്നുള്ളൊരു പക്ഷം, അങ്ങനെ ഒരു അഭിപ്രായം എനിക്കുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന നോവൽ പറഞ്ഞു പൂർത്തിയാക്കുന്ന നോവലല്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന സിനിമ കാണിച്ച് തീർക്കുന്ന സിനിമയല്ല. അതിൽ പൂരിപ്പിക്കാൻ നമുക്കെന്തെങ്കിലും ഉണ്ടാവണം. കാണുന്നവൻ വെറും കാഴ്ചക്കാരനല്ല. ഈ ഒരു കാഴ്ചപ്പാടാണ് ഈ സിനിമാ നോവോ മൂവ്മെൻറ്റിനുണ്ടായിരുന്നത്. ഇത് തന്നെയാണ് ഔഗുസ്തോ ബോലിനും ഉണ്ടായിരുന്നത്. ഔഗുസ്തോ ബോൽ തിയേറ്റർ ഓഫ് ഒപ്രഷൻ എന്ന് പറഞ്ഞിട്ടാണ്, പിന്നെ തിയേറ്റർ ഓഫ് ഒപ്രസ്ഡ് എന്ന് പറഞ്ഞിട്ടാണ് ഒരു പ്രസ്ഥാനം ഉണ്ടാക്കിയത്. എന്ന് പറഞ്ഞാൽ പിന്നെ ഈ അടിച്ചമർത്തപ്പെടുന്നവരുടെ തിയേറ്റർ എന്ന് പറഞ്ഞിട്ടാണ് ഒരു പ്രസ്ഥാനം ഉണ്ടാക്കിയതെങ്കിൽ, ഈ ഗ്ലൗബർ റോഷയാണ് ഈ ബ്രസീലിലെ സിനിമാ നോവോ പ്രസ്ഥാനത്തിൻ്റെ പയനിയർ. അദ്ദേഹത്തിൻ്റെ സിനിമയെക്കുറിച്ച് പറഞ്ഞത് എസ്തെറ്റിക് ഓഫ് ഹങ്കർ, വിശപ്പിൻ്റെ സൗന്ദര്യശാസ്ത്രം എന്ന് പറഞ്ഞിട്ട് ഈ രണ്ടുപേരും ഒരേ അവസ്ഥകളെ അതിജീവിച്ചവരാണ്. ബ്രസീലിയൻ ഗവൺമെൻറ് ഇവരെ രണ്ടുപേരും ജയിലിലടച്ചിട്ടുണ്ട്. ഇവർ രണ്ടുപേരും എക്സൈൽഡ് ആയിട്ടുമുണ്ട്. എൻ്റെ പിന്നെ അറിവ് ശരിയാണെങ്കിൽ ഇവർ രണ്ടുപേരും എക്സൈൽഡ് ആയിട്ടുമുണ്ട്. പക്ഷേ രണ്ടുപേർക്കും പരസ്പരം അറിഞ്ഞുകൂടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരേ കാലത്ത് ജീവിച്ചവരാണ്. അപ്പോൾ ഈ നാടകത്തിന് അങ്ങനെ ഒരു തുറസ് ജനങ്ങളും കൂടെ ചേർന്നിട്ടാണ് ഇത് പൂർത്തിയാവുന്നത് എന്ന്, ഇത് ശരിക്കും പറഞ്ഞാൽ നാടകത്തിൻ്റെ ഒരു സത്ത തന്നെ അതാണ്. ഞാൻ പറയുന്നത് ഇത് ഔഗുസ്തോ ബോലിൻ്റെ ഒരു തിയറി മാത്രമല്ല, ഇത് തുടക്കം മുതൽക്ക് തന്നെ അങ്ങനെയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവിടെയാണ് ഞാൻ പിന്നെ ഏതൻസിലുള്ള ആ സംഭവമൊക്കെ പറഞ്ഞത്. ഏതൻസിലുള്ള ആ സംഭവത്തിൽ നിന്നാണല്ലോ ഇത് ആരംഭിക്കുന്നത്. ഏകപക്ഷീയമായിട്ട് കഥ പറയുക എന്ന് പറഞ്ഞിട്ടൊരു സമ്പ്രദായം ഇപ്പോൾ സ്വീകാര്യമൊന്നുമല്ല. അതുകൊണ്ടാണ് കൂടുതൽ വിപുലമായിട്ടുള്ള പല സംഗതികളും വരുന്നത് എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ കല എന്ന നിലക്ക് നാടകത്തിന് ചില സവിശേഷതകളുണ്ട്. നാട്യകലകൾക്ക് പൊതുവായിട്ടുള്ളതാണ്, വേദിയിൽ അവതരിപ്പിക്കപ്പെടുന്ന കലകൾക്ക് പൊതുവായിട്ടുള്ളതാണ് ചില സവിശേഷതകൾ. അതിലൊന്ന് അതിൻ്റെ ഒരു പിന്നെ എഫിമെറാലിറ്റി എന്ന് പറയാം, ഈ സമയപരത. സാധാരണ ഈ ഫിസിക്സിലെ അടിസ്ഥാന മാത്രകൾ പറയാറുണ്ടല്ലോ നമ്മൾ. ഫിസിക്സിൽ പല മാത്രകളിൽ നിന്നാണ് ഫിസിക്സിൻ്റെ ഒരു ബേസ് അതാണ്. അപ്പോൾ അതിൽ ഏറ്റവും അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ പിന്നെ ദൂരം, അതുപോലെ ദ്രവ്യമാനം, സമയം, ഡിസ്റ്റൻസ്, മാസ് ആൻഡ് ടൈം. ഇതിൽ മറ്റ് രണ്ടിനും ഇല്ലാത്ത പ്രത്യേകത സമയത്തിനുണ്ട്. ഒരു ബിന്ദുവിൽ നിന്ന് മറ്റൊരു ബിന്ദുവിലേക്കുള്ള ദൂരം അളന്നത് തന്നെ വീണ്ടും അളക്കാൻ പറ്റും. അതുപോലെ ഒരു വസ്തുവിൻ്റെ ദ്രവ്യമാനം, മാസ്, അത് അളന്നത് തന്നെ കണക്കാക്കിയത് തന്നെ പിന്നെയും കണക്കാക്കാൻ പറ്റും. പക്ഷേ ടൈം അങ്ങനെയല്ല. ഒരു ടൈം കണക്കാക്കിയാൽ അത് തീർന്നു, പിന്നെ അത് വീണ്ടും കണക്കാക്കാൻ പറ്റില്ല. ഈ ഒരു സ്വഭാവം നാടകത്തിനുണ്ടെന്നാണ് പറയപ്പെടുന്നത്. സിനിമ കണ്ടത് തന്നെയാണ് വീണ്ടും കാണുക. നമ്മുടെ മനോഭാവവും അറിവും അതുപോലെ നമ്മുടെ ഒരു വികാസമൊക്കെ അനുസരിച്ച് കാഴ്ച അനുഭവത്തിൽ വ്യത്യാസം ഉണ്ടാവാം. പക്ഷെ അതേസമയം കണ്ടത് തന്നെയാണ് പിന്നെയും കാണുക. ഒരു നോവൽ നമ്മൾ വായിച്ച് വീണ്ടും വായിക്കുമ്പോൾ അത് തന്നെയാണ് പിന്നെയും വായിക്കുക. അതേസമയം നാടകം അങ്ങനെയല്ല. അതേ നാടകം തന്നെ പിന്നെയും വേദിയിൽ അവതരിപ്പിക്കുമ്പോൾ ചിലപ്പോൾ വ്യത്യാസം വരും. ഈ നടന്മാരുടെ ഒരു പ്രത്യേകത തന്നെ ഈ സിനിമയിൽ ഓട്ടേറിസം എന്ന് പറഞ്ഞിട്ടൊരു ഈ ഫ്രഞ്ച് ന്യൂ വേവിൻ്റെ ഒക്കെ ഒരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റാണ്. ഓട്ടേറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംവിധായകൻ്റെ സിനിമ എന്ന് പറയുന്ന ഒരു സങ്കല്പം അങ്ങനെ ഉണ്ടായതാണ്. ഓട്ടേർ എന്ന് പറഞ്ഞാൽ ശരിക്കും രചയിതാവ് എന്നാണ് അർത്ഥം. ഒരു സാഹിത്യകാരൻ പേന കൊണ്ട് അയാളുടേതായ സൃഷ്ടി നടത്തുന്നത് പോലെയാണ് ക്യാമറ കൊണ്ട് സംവിധായകൻ ചെയ്യുന്നത്. ബാക്കിയുള്ളവരൊക്കെ അയാളെ സഹായിക്കുന്നവർ മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് സവിശേഷമായ ശൈലിയിൽ സിനിമ എടുക്കുന്ന ആളുകളെയൊക്കെ ഇപ്പോൾ ഭാഷയിൽ ഓട്ടേർ എന്നാണ് പറയാം. അപ്പോൾ ഓട്ടേറിസം എന്ന് പറയുന്ന ആ ഒരു സിനിമയിലുള്ളൊരു സംഗതി അത് നാടകത്തിൽ നടക്കില്ല. നാടകത്തിൽ സ്റ്റേജിൽ കയറുന്ന ആക്ടർ, സിനിമയിലാണെങ്കിൽ ആ ആക്ടർ ഒരു ടൂള് മാത്രമാണ്. നമ്മൾ പ്രത്യക്ഷത്തിലുള്ള കാഴ്ചക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ടാണ് നടീനടന്മാർക്ക് നമ്മൾ വലിയ പ്രാധാന്യം കൊടുക്കുന്നത്. സത്യം പറഞ്ഞാൽ നടീനടന്മാർ ഇവരുടെ കയ്യിലുള്ള ടൂള് മാത്രമാണ്. അങ്ങനെ ചിന്തിക്കണം. ഈ ചില സംവിധായകരുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഒരു നടൻ്റെ സിദ്ധിവിശേഷങ്ങൾ വല്ലാതെ അങ്ങോട്ട്, പിന്നെ ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം, നിങ്ങൾ അതിനോട് യോജിക്കുമെന്നറിയില്ല. മലയാളത്തിൽ പിന്നെ കുറേ ചോക്ലേറ്റ് നായകന്മാരുണ്ടല്ലോ, ആ കൂട്ടത്തിലൊരാളെ നിവിൻ പോളി. ഒരു നടനാണെന്നേ എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നു സത്യം. ഞാൻ ഹേ ജൂഡ് എന്ന സിനിമ കാണുന്നത് വരെ, അത് ശ്യാമപ്രസാദ് സംവിധാനം ചെയ്ത സിനിമയാണ്. ആ സിനിമ കണ്ടപ്പോൾ നിവിൻ പോളി, പിന്നെയാണ് ഞാൻ മൂത്തോൻ എന്ന് പറഞ്ഞിട്ടൊരു പടം കണ്ടത്. മൂത്തോൻ എന്ന് പറയുന്ന ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്തിട്ടുള്ള പടം കണ്ടപ്പോൾ അതിലും ഈ പറഞ്ഞതുപോലെ അമ്പരപ്പിക്കുന്ന ഒരു നിവിൻ പോളി ദൃശ്യം ഞാൻ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവരുടെ കയ്യിൽ കിട്ടുന്നതോടുകൂടി ഇയാളുടെ സ്വഭാവം തന്നെ മാറുകയാണ്. ഇയാളുടെ ആ സാധ്യതകൾ മുഴുവൻ അങ്ങോട്ട് പുറത്തേക്ക് വരികയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സമർത്ഥനായിട്ടുള്ള ഒരു ഡയറക്ടറുടെ കയ്യിൽ ഇയാളുടെ മുഴുവൻ കഴിവുകളും അയാൾക്ക് പുറത്തെടുക്കാൻ സാധിക്കുമെങ്കിൽ, അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് അതൊരു ടൂളാണ്.
അപ്പോൾ സ്വാഭാവികമായിട്ടും സിനിമ എന്ന് പറയുന്നത് അതിനൊരു ഉടമസ്ഥനുണ്ടെങ്കിൽ, അതിനൊരു രചയിതാവുണ്ടെങ്കിൽ അത് സംവിധായകനാണ് എന്നുള്ളൊരു കാഴ്ചപ്പാട് അങ്ങനെ വന്നതാണ്. നാടകത്തിലാകുമ്പോൾ അങ്ങനെയല്ല. ചിലപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ സ്ഥിതിഗതികൾക്കനുസരിച്ച് ഞാൻ വളരെ നിസ്സാരമോ ലളിതമോ ആയിട്ടുള്ള ഉദാഹരണങ്ങൾ പറഞ്ഞാൽ, ഇപ്പോൾ വേദിയിൽ ചിലപ്പോൾ പെട്ടെന്ന് അടുത്ത കഥാപാത്രം ചിലപ്പം വരാൻ താമസിച്ചു പോയെങ്കിൽ പോലും വേദിയിൽ ഉള്ളവനത് കൈകാര്യം ചെയ്യണം, വളരെ സമർത്ഥമായിട്ട് അത് ഹാൻഡിൽ ചെയ്യേണ്ടി വരും. ചില തമാശകളൊക്കെ ഈ സ്കൂൾ നാടകക്കാലത്ത് നടക്കാറുണ്ട്. എൻ്റെ ഒരു സുഹൃത്ത് സ്കൂൾ നാടകത്തിൽ അഭിനയിക്കുമ്പോൾ അയാൾ ഈ ബെൽറ്റൊക്കെ കെട്ടിയിട്ട് വരുന്നൊരു പ്രഭുവായിട്ടുള്ളൊരു അച്ഛനെ ധിക്കരിക്കുന്ന വിപ്ലവകാരിയായൊരു മകൻ. ഇതാണ് ആ നാടകത്തിൻ്റെ ഒരു പ്രമേയം എന്ന് പറയുന്നത്. അപ്പോൾ ഈ അവസാന സന്ദർഭത്തിൽ ഈ അച്ഛൻ വല്ലാതെ രോഷാകുലനാകുന്നൊരു ഒരു രംഗമുണ്ട്. അവസാനത്തിലല്ല, നാടകത്തിൻ്റെ ഒരു നടുവിൽ. അപ്പോൾ ഇയാൾ നമ്മൾ ഈ അന്നേരം ഈ വേഷങ്ങളൊന്നും വാടക എടുക്കുന്ന പരിപാടിയൊന്നുമില്ല. പലതും പലരിടത്തുനിന്ന് ഇപ്പോൾ ഡോക്ടറായിട്ട് അഭിനയിക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഡോക്ടറെ അടുത്ത് പോയിട്ട് സ്റ്റെതസ്കോപ്പ് വാങ്ങും. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുക. എന്നിട്ടത് തിരിച്ചു കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഇതേമാതിരി ആരെടുത്തോ വാങ്ങിച്ചിട്ടുള്ള വീതിയുള്ളൊരു ബെൽറ്റ് ഇയാൾ ധരിച്ചിരുന്നു. ഈ ബെൽറ്റ് ഇയാൾക്ക് ഭയങ്കര തലവേദന ഉണ്ടാക്കുക, ഇടങ്ങേറുണ്ടാക്കുക. ഇയാൾക്ക് വേണ്ടത്ര നന്നായിട്ട് പെർഫോം ചെയ്യാനൊന്നും പറ്റുന്നില്ല ഈ ബെൽറ്റ് കാരണം. അവസാനം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഈ മോനോട് വല്ലാതെ ദേഷ്യം വരുന്ന സന്ദർഭത്തിൽ ബെൽറ്റ് വലിച്ചങ്ങൂരി ഒരൊറ്റ കുടയിലും കൊടുഞ്ഞ ഒരു ഇറങ്ങറിഞ്ഞ്. അതോടെ അയാളങ്ങോട്ട് ഫ്രീ ആയി. ഇത് അയാൾ ഫ്രീ ആവാൻ വേണ്ടി ചെയ്തതാണെന്നുള്ളതിന് പുറമെ കാഴ്ചക്കാരനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഭയങ്കര അനുഭവമായിട്ട് മാറി. ഒരു വല്ലാത്തൊരു ഒരു വൈകാരികമായിട്ടുള്ളൊരു അനുഭവമായിട്ട് മാറി. ഇതൊക്കെ അവിടെ വെച്ച് സംഭവിക്കുന്നതാണ്, അതൊരു പ്രോംപ്റ്റ് അനുസരിച്ച് ചെയ്യുന്നതല്ല. ഇതുപോലെ പല സന്ദർഭങ്ങളും ചിലപ്പോഴുണ്ടാവാം. കൂട്ടത്തിൽ നടന്നിട്ടുള്ളൊരു തമാശയാണ്. ഇവിടെ വളപട്ടണം ഹൈസ്കൂളിൽ നടന്ന ഒരു സംഭവമാണ്. ഒരാൾ ഇരിക്കുന്നു, മറ്റേ ആൾ കയറി വരുന്ന ആൾ ഭയങ്കര ദേഷ്യം പിടിച്ചിട്ടാണ് കയറി വരുന്നത്. അപ്പോൾ ഇരിക്കുന്ന ആൾ പറയും, ഇരിക്കുമെന്ന് പറയും. മറ്റേ ആളോട് ഒരു പരിഹാസത്തോടുകൂടി ഇരിക്കുമെന്ന് പറയും. അപ്പോൾ മറ്റേ ആൾ പറയും, ഇരിക്കാനല്ല ഞാൻ വന്നത്, ചില ചോദ്യങ്ങൾ ചോദിക്കാനാണ് എന്ന് പറയുന്നതാണ് രംഗം. അപ്പോൾ രംഗസജ്ജീകരണമൊക്കെ നടത്തി ടേബിളും വെച്ച് കസേരയും വെച്ച് ആ കസേര മേലോട്ട് ഇരിക്കുകയും ചെയ്ത് മറ്റേ ആൾ കയറി വരുമ്പോൾ ഇരിക്കാൻ പറയണ്ടേ. ഇരിക്കാൻ പറയുന്നതിന് മുമ്പ് സ്റ്റേജിലോ വെറുതെ ഒന്ന് നോക്കിയപ്പോൾ ഓൻ ഇരിക്കുന്ന കസേരയേ ഉള്ളൂ. എക്സ്ട്രാ ഒരു കസേര എടുത്ത് നോക്കാൻ മറന്നുപോയി. അത് ഇവനായ കൺഫ്യൂഷനായി. കസേര ഇല്ലാണ്ട് ഇങ്ങനെ ഇപ്പോൾ ഇയാളോട് ഇരിക്കാൻ പറയാ? പറയുന്നതിനൊരു ലോജിക്ക് വേണമല്ലോ. അതേസമയം കയറി വന്ന ചങ്ങായി വിചാരിച്ച് ഇയാൾ ഡയലോഗ് മറന്നുപോയതാണ്. അപ്പോൾ അയാൾ പറഞ്ഞു, എടാ ഇരിക്കാൻ പറയണം. ഇങ്ങനെ ഇരിക്കാൻ പറയണമെന്ന് പറഞ്ഞപ്പോൾ മറ്റേ ചങ്ങായി പറയണം, ഇരിക്കാൻ പറയാം, ഇവിടെ കസേര ഇല്ല. ഇത് വളരെ സുന്ദരമായിട്ട് ഈ ഡയലോഗ് മൈക്ക് പിടിച്ചെടുത്തിട്ട് ആളുകളിലങ്ങ് എത്തിക്കുകയും ചെയ്തു. ഇത് ഭയങ്കര ഗൗരവമുള്ളൊരു രംഗം ആകെ അട്ടിമറിഞ്ഞിട്ട് വെറും ഒരു തമാശയായിട്ട് മാറിയത് ചിന്തിക്കണം. പക്ഷേ ഈ ഒരു സന്ദർഭത്തെ പെട്ടെന്ന് ഡയലോഗ് ഒന്ന് സ്കിപ്പ് ചെയ്തിട്ട് അല്ലെങ്കിൽ അവിടെ വേറെന്തെങ്കിലും ഒന്ന് ഫിറ്റ് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടി നടന് സാധിക്കണം. അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും ഓട്ടേർ എന്ന് പറഞ്ഞിട്ടൊരു സാധനം നാടകത്തിനില്ല. അത് അവിടെ നടനും യഥാർത്ഥത്തിൽ രചയിതാവ് തന്നെയാണ്. അപ്പം അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഒരേ നാടകം തന്നെ ചിലപ്പോൾ നമ്മൾ രണ്ടാമത് കാണുമ്പോൾ അതിൽ വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് ഈ സമയപരത എന്ന് പറയുന്നത് നാടകത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. എന്നാൽ അതിനും അപ്പുറം തന്നെ സമയവുമായി ബന്ധപ്പെട്ടിട്ട് കഴിഞ്ഞുപോയ ചരിത്രത്തെ വർത്തമാനകാലത്തിൽ പുനഃസൃഷ്ടിച്ച് ഭാവി കാലത്തിലേക്ക് വിരൽ ചൂണ്ടുന്നൊരു കലയാണ് എന്നത് നാടകത്തിൻ്റെ ഈ സ്വഭാവത്തിൽ നിന്ന് തന്നെ അതിലേക്ക് നൽകാവുന്നൊരു ഡെഫിനിഷനാണ്, അതിന് കൊടുക്കാവുന്നൊരു നിർവചനമാണ്. അതോടൊപ്പം തന്നെ ഒരു കലയും അങ്ങനെ അല്ലെങ്കിലും നാടകം സവിശേഷമായിട്ട് ജീവിതത്തെ അതേപടി പകർത്തലല്ല. സാധാരണ നമ്മൾ കാണുന്ന പ്രൊഫഷണൽ നാടകങ്ങൾ ഇത്തരം വിഭജനങ്ങളിൽ വലിയ കാര്യമൊന്നുമില്ല. സാധാരണ നമ്മൾ ആസ്വദിക്കാറുള്ള നാടകങ്ങളൊക്കെ ആ ഒരു സ്വഭാവത്തിലാണ്. അത് അതുപോലെ പകർത്തിയിട്ട് ഈ സ്റ്റേജ് എന്ന് പറയുന്ന ഒരു ഘടനക്കകത്ത് വരുന്ന നാടകങ്ങൾ അതെപ്പോഴും ആ അർത്ഥത്തിൽ ഘടനാബദ്ധമായിരിക്കും. അങ്ങനെയുള്ള കാഴ്ചകൾ പലപ്പോഴും അതാണെങ്കിൽ പോലും എന്നാൽ യഥാർത്ഥത്തിൽ വളരെ ആനുഷംഗികമായിട്ട് കാര്യങ്ങൾ പറയാന്നുള്ളതാണ്. ഇപ്പോൾ കല എന്ന് പറയുമ്പോൾ ചിത്രകലയും ഫോട്ടോഗ്രാഫിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഫോട്ടോഗ്രാഫി ഇപ്പോൾ ഒരു കലയാണ്, അത് മറ്റൊരു വിഷയമാണ്. എന്നിരുന്നാൽ പോലും മുമ്പൊക്കെ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ചിത്രങ്ങൾ ആളുകൾ വരച്ചിരുന്നു, അതൊരു വലിയ കലയാണ്. പക്ഷേ ക്യാമറ വന്നതോടുകൂടി അത്തരം ചിത്രങ്ങൾ അപ്രസക്തമായി. ആളുകളുടെ ഛായാചിത്രങ്ങൾ അതൊക്കെ ഇപ്പോഴതൊരു കൗതുകത്തിന് വേണ്ടി മാത്രമേ വരക്കാറുള്ളൂ. അല്ലാതെ ഇപ്പോൾ എൻ്റെ ഒരു ചിത്രം വേണം, ചിത്രം വരച്ചിരുന്ന പോർട്രേറ്റൊക്കെ വരച്ചിരുന്ന ആളുകളുണ്ടാവും, അതിനടുത്ത് പോയി നല്ല കാശൊക്കെ കൊടുത്തിട്ട് ഞാൻ ചിത്രം വരപ്പിക്കും. പക്ഷേ അതൊരു കൗതുകത്തിന് വേണ്ടി മാത്രമാണ്. അതിൻ്റെ അപ്പുറം അതൊരു വലിയൊരു കലയായിട്ട് ആളുകൾ പരിഗണിക്കാറില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിനേക്കാളും നന്നായിട്ട് ഒരു ക്യാമറ ചെയ്തു തരും. എൻ്റെ ഒരു ചിത്രം പകർത്തുക എന്നുള്ളത് അതിനേക്കാളും നന്നായിട്ട് ഒരു ക്യാമറ ചെയ്തു തരും. ഇനി ഇപ്പോഴാണെങ്കിലും 100,000 ആപ്പുകളുണ്ട്. അതിലെന്തൊക്കെയാണ് ചേർക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ചേർത്തിട്ട് അതിനൊന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട് 100,000 ആപ്പുകളുണ്ട്. അതേസമയം ഇതല്ലല്ലോ ചിത്രകല.
അപ്പോൾ സ്വാഭാവികമായിട്ടും നേർക്കുനേരെ കാണുന്നതല്ലാതെ അതിൻ്റെയും ആഴങ്ങളിലേക്ക്, നേരത്തെ പറഞ്ഞ നിയോ റിയലിസം എന്നൊക്കെ പറഞ്ഞാൽ അതാണ്. ഈ ജീവിത യാഥാർത്ഥ്യങ്ങൾ പറയാൻ യഥാർത്ഥ തത്വത്തിൻ്റേതായ, റിയാലിറ്റി അവതരിപ്പിക്കാൻ റിയലിസത്തിൻ്റേതായ ഒരു സ്റ്റൈല് പോരാതെ വന്നപ്പോൾ ഈ റിയാലിറ്റിയുടെ ആഴത്തിലേക്ക് ഒന്നുകൂടി ഇറങ്ങിച്ചെന്നപ്പോഴാണ് ബൈസിക്കിൾ തീവ്സൊക്കെ ഉണ്ടാകുന്നത്. അതാണ് ഈ ഇറ്റാലിയൻ റിയലിസം എന്നൊക്കെ പറയുന്ന ഒരു പ്രസ്ഥാനം. അതാണ്. അപ്പോൾ അതിന് കുറച്ചുകൂടി ആഴത്തിലേക്ക് ഇറങ്ങിച്ചില്ല. കല എന്ന് പറയുമ്പോൾ അതാണ് ചെയ്യുന്നത്. ഇതുപോലെ ഒരു കഥയായിട്ട് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പത്ര റിപ്പോർട്ട് പോലെയാണ്. ഒരു സംഭവം ഇങ്ങനെ നടന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പത്രത്തിൽ നമ്മളതല്ലേ വായിക്കുന്നത്. പത്രത്തിലുള്ള റിപ്പോർട്ടിംഗ് വന്നതോടുകൂടി അത്തരം ആഖ്യാനങ്ങൾക്കൊരു പ്രസക്തിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും പറച്ചിലിന് പുതിയ പുതിയ രീതികൾ തേടുന്നു. അങ്ങനെ പുതിയ പുതിയ രീതികൾ തേടുമ്പോൾ അത് ഓരോ കാലത്ത് ഓരോന്നായിട്ടാണ്, വിഷയാനുസൃതമായിട്ട് എന്താണോ പറയാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ സാധാരണ ഇപ്പോൾ ഈ നോൺ ലീനിയർ ആയിട്ടുള്ള ആഖ്യാനങ്ങൾ ധാരാളമുണ്ട്, മുമ്പേ ഉണ്ട്. ഇപ്പോൾ കുറേ കൂടി സജീവമായിട്ട് അത്തരം ആഖ്യാനങ്ങൾ എല്ലാത്തിലും ഉണ്ട്. നമ്മൾ ഈ ഗിയർമോ കബറേറ ഇൻഫൻതെ എന്ന് പറഞ്ഞിട്ട് ഒരു ക്യൂബൻ നോവലിസ്റ്റ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ വ്യൂ ഓഫ് ഡോൺ ഇൻ ദി ട്രോപ്പിക്സ് എന്ന് പറഞ്ഞിട്ടൊരു നോവലുണ്ട്. ആ നോവൽ ശരിക്കും പറഞ്ഞാൽ ക്യൂബയുടെ ഹിസ്റ്ററിയാണ്. ക്യൂബിൽ മതൻസാസ് എന്ന് പറയുന്നൊരു സ്ഥലത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് ക്യൂബയുടെ ഹിസ്റ്ററി. പക്ഷേ അതുണ്ടല്ലോ പരസ്പര ബന്ധമില്ലാത്ത കുറേ ചാപ്റ്റേഴ്സാണ്. കഥാപാത്രങ്ങൾ പോലും ഒരു ചാപ്റ്ററിലുള്ളതല്ല മറ്റൊരു ചാപ്റ്ററിൽ വരുന്നത്. പരസ്പര ബന്ധമില്ലാത്ത കുറേ കഥാപാത്രങ്ങളാണ്, കുറേ ചാപ്റ്റേഴ്സാണ്. ഈ ചാപ്റ്റേഴ്സ് ഒരുമിച്ച് ചേരുമ്പോൾ ഒരു നോവലായി തീരുന്നത് എങ്ങനെയാണ്? നമ്മൾ സാമ്പ്രദായികമായിട്ട് ശീലിച്ചിട്ടുള്ള വായിച്ചിട്ടുള്ള നോവലേ അല്ല. നമ്മുടെ ഒരു നോവലിൻ്റെ രൂപം നമ്മുടെ മനസ്സിലുള്ള അതല്ല, ആ മനസ്സിലുള്ളതിനെ അതിവർത്തിക്കുക. ഇതൊക്കെയാണ് ഈ പരീക്ഷണം എന്ന് പറയുക. അപ്പോൾ എന്തായിരുന്നാലും ചിത്രകലയും ഫോട്ടോഗ്രാഫിയും എന്നതുപോലെ സിനിമയും സിനിമാറ്റോഗ്രാഫിയും, നമ്മൾ സിനിമാറ്റോഗ്രാഫി ഇപ്പോൾ ലൂമിയർ ബ്രദേഴ്സൊക്കെ ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരു ദൃശ്യം അങ്ങനെ തന്നെ പകർത്തിയിട്ട് അതങ്ങനെ തന്നെ കാണിക്കുക. അന്ന് ആളുകൾക്ക് അതൊരു കൗതുകമായിരുന്നു, അതൊരു ഭയങ്കര കലാസൃഷ്ടിയൊന്നുമല്ല. അതേസമയം പിന്നീട് WD ഗ്രിഫിത്തും അതുപോലെ സെർജി ഐസൻസ്റ്റീനും ഒക്കെ അതിൻ്റെ മേൽ അവരുടെ പ്രതിഭ ഉപയോഗിച്ചപ്പോഴാണ് സിനിമ എന്ന് പറയുന്ന കല ജനിക്കുന്നത്. സിനിമയല്ല, സിനിമാറ്റോഗ്രാഫി എന്ന് പറയുന്ന ഒരു യന്ത്രം മാത്രമാണ്. അതങ്ങനെ തന്നെ പകർത്തി കഴിഞ്ഞാൽ വളരെ അതെന്താണോ അതുപോലുള്ള ചിത്രം, അത് പ്രത്യേകിച്ചൊന്നുമില്ലല്ലോ. അതേസമയം അതിനൊരു കലയാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഒരു രീതിയിലാണ്. അപ്പം നേർക്ക് നേരെ പകർത്തലല്ല, കൃത്യമായിട്ട് അത് എയ്സ്കില്ലസ് മുതൽക്ക് ഏറ്റവും ആധുനികമായിട്ടുള്ള നാടകങ്ങളിൽ വരെ നമ്മൾ കാണുന്നതും അങ്ങനെ തന്നെയാണ്. വളരെ വൈകാരികമായിട്ട് ചില സംഭവങ്ങളൊക്കെ പറയുന്ന ഒരു സാധാരണ നാടകത്തിൻ്റെ കാര്യമല്ല ഈ പറയുന്നത്. എല്ലാത്തിലും നമ്മൾ ബദൽ വഴി തേടുക എന്നുള്ളതാണ്. അതിപ്പോൾ സിനിമയിലായാലും നാടകത്തിലായാലും ഒക്കെ നമ്മൾ ബദൽ വഴി തേടുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരുപാട് പ്രമേയങ്ങൾ ശരിക്കും നമ്മുടെ ധിഷണയെ സ്പർശിക്കുന്ന സ്വഭാവത്തിൽ, വികാരത്തെ സ്പർശിക്കുമ്പോൾ അതിന് നൈമിഷികമായ ആയുസേ ഉള്ളൂ. അതേസമയം എന്തുകൊണ്ടാണ് ഷേക്സ്പിയറുടെ നാടകം ഇപ്പോഴും അവതരിപ്പിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്നത്? ഷേക്സ്പിയറുടെ നാടകം എന്ന് പറഞ്ഞാൽ മനുഷ്യ മനസ്സിൻ്റെ ആഴങ്ങളിലേക്ക് ചെല്ലുന്നു. ചില സിനിമകൾ നമ്മൾ വീണ്ടും വീണ്ടും കാണുന്നത് എന്തുകൊണ്ടാണ്? ചില സിനിമകൾ നമ്മൾ പിന്നെ കാണും. ഓരോ തവണ കാണുമ്പോഴും അത് പുതിയ പുതിയ അനുഭവമായിട്ട് മാറും. ചില നോവലുകൾ നമ്മൾ വീണ്ടും വീണ്ടും വായിക്കും. ഷേക്സ്പിയറുടെ നാടകങ്ങൾ ഇപ്പോഴും അവതരിപ്പിക്കപ്പെടുന്നു മാത്രമല്ല, അതിൻ്റെ വ്യത്യസ്ത വെർഷനുകൾ സിനിമയായിട്ടും നാടകമായിട്ടുമൊക്കെ ലോകത്തിൻ്റെ പല ഭാഗത്തും. ഇപ്പോൾ ജപ്പാനിലെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള ഫിലിം മേക്കറാണ് അക്കിറോ കുറോസാവയുടെ ഒട്ടേറെ സിനിമകൾ ഷേക്സ്പീരിയൻ നാടകങ്ങളുടെ അഡാപ്റ്റേഷനാണ്. ഇപ്പോൾ നമ്മുടെ വിശാൽ ഭരദ്വാജിൻ്റെ സിനിമകൾ പലതും ഇതൊക്കെ ഹൈദറൊക്കെ ഉണ്ടല്ലോ, കാശ്മീർ പ്രശ്നത്തെ വളരെ ശക്തമായിട്ട് തീവ്രമായിട്ട് അവതരിപ്പിക്കുന്ന ഒരു സിനിമയാണ്. കാശ്മീരിലുള്ള ആളുകളെ കാണാതെ പോക്കും, അവിടുത്തെ അഫ്സ്പയൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ തന്നെ ആ നിയമത്തിൻ്റെ പേര്, ആ നിയമത്തിനൊക്കെ എതിരായിട്ടുള്ള ഒരു ശക്തമായൊരു പ്രതികരണമാണ് ഈ കാശ്മീരിലതുണ്ടല്ലോ സ്പെഷ്യൽ സ്പെഷ്യൽ ആംഡ് ഫോഴ്സിന് അങ്ങനത്തെ ഒരു അവർക്കൊരു പ്രത്യേകമായ അധികാരം നൽകുന്ന നിയമമാണ്. അപ്പോൾ അവിടെ അത്തരം നിയമങ്ങൾക്കൊക്കെ എതിരായിട്ടാണ് ഈ ഹൈദർ എന്ന് പറയുന്നൊരു സിനിമ വരുന്നത്. പക്ഷേ ഹൈദർ യഥാർത്ഥത്തിൽ ഹാംലെറ്റിൻ്റെ അഡാപ്റ്റേഷനാണ്. ഹാംലെറ്റ് ഷേക്സ്പിയർ നാടകമായ ഹാംലെറ്റിൻ്റെ അഡാപ്റ്റേഷനാണ്. ഇദ്ദേഹത്തിൻ്റെ തന്നെ മക്ബൂൽ എന്ന് പറഞ്ഞിട്ടൊരു സിനിമ, വിശാൽ ഭരദ്വാജിൻ്റെ മക്ബൂൽ എന്ന് പറയുന്ന സിനിമ ഷേക്സ്പിയറുടെ മാക്ബത്താണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഷേക്സ്പിയർ നാടകങ്ങൾക്ക് ഇത്രയും വ്യത്യസ്തമായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ ഉണ്ടാകുന്നത്? അത് ആ അർത്ഥത്തിൽ എന്നേക്കും പ്രസക്തമായ സ്വഭാവത്തിൽ മാക്ബത്തിൽ സംഭവിക്കുന്ന എപ്പോഴും സംഭവിക്കാം. ഞാൻ നേരത്തെ മാർലോയുടെ കാര്യം പറഞ്ഞു. ഈ എലിസബത്തൻ എറയിൽ ജീവിച്ചിരുന്ന ഒരുപക്ഷെ ഷേക്സ്പിയറേക്കാൾ പ്രതിഭാധനനായിട്ടുള്ള നാടകകൃത്താണ് ക്രിസ്റ്റഫർ മാർലോയുടെ നാടകത്തിൽ വളരെ പ്രത്യക്ഷമായിട്ട് തന്നെ രാഷ്ട്രീയം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെതാണ് ഫൗസ്റ്റസ് എന്ന് പറയുന്ന കഥാപാത്രം. ഫൗസ്റ്റസ് എന്ന് പറഞ്ഞാൽ ചെകുത്താനുമായിട്ട് ഉടമ്പടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു മനുഷ്യൻ എത്രത്തോളം താഴാം,
എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്. ശരിക്കും പറഞ്ഞാൽ സിസ്റ്റത്തെ വിമർശിക്കാൻ വേണ്ടി എപ്പോഴും ഉപയോഗിക്കാവുന്ന ഒരു മെറ്റഫറാണത്. ഇതിനെ കേന്ദ്രീകരിച്ചുകൊണ്ട്, ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് ജർമ്മൻ ക്ലാസിക്കൽ കവിയായ ഗഥെ 2 വോള്യങ്ങളുള്ള ഫൗസ്റ്റ് എന്ന് പറഞ്ഞിട്ട്, അത് ക്ലോസറ്റ് ഡ്രാമയാണ്. ക്ലോസറ്റ് ഡ്രാമ എന്ന് പറഞ്ഞാൽ ഈ വായിക്കാൻ വേണ്ടിയിട്ട് എഴുതുന്ന ഡ്രാമകളാണ്. അതിപ്പോൾ വേണമെങ്കിൽ നമ്മുടെ രമണനെയൊക്കെ കൂട്ടത്തിൽപ്പെടുത്താം. ചങ്ങമ്പുഴയുടെ രമണൻ കവിതയാണെങ്കിൽ പോലും അതൊരു ക്ലോസറ്റ് ഡ്രാമയാണ്. അതിൻ്റെ സ്റ്റൈല് ഒരു നാടക ശൈലിയാണ്. പക്ഷേ ആ നാടകം സ്റ്റേജിൽ അവതരിപ്പിക്കാൻ പറ്റില്ല. സ്റ്റേജിൽ അവതരിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് എഴുതുന്നതുമല്ല. അങ്ങനെ വരുമ്പോൾ നാടകം യഥാർത്ഥത്തിൽ കാണുന്നത് മാത്രമല്ല, വായിക്കുന്നതും കൂടിയാണ്. വായിക്കുമ്പോൾ അത് വേറെ തന്നെ ഒരു അനുഭവമാണ്. ചില നാടകങ്ങൾ ചില ആളുകൾ സ്ക്രിപ്റ്റൊന്നും എഴുതൂല. സിനിമയിൽ ഇപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഈ രാജീവ് രവിയൊക്കെ സ്ക്രിപ്റ്റ് എഴുതിയതിന് ശേഷം കീറിക്കളയുമെന്ന് പറഞ്ഞാൽ സ്ക്രിപ്റ്റ് എഴുതും, അതിനുശേഷം അത് കീറിക്കളഞ്ഞതിന് ശേഷമാണ് പിന്നെ സിനിമ തുടങ്ങുക. ഞാൻ ഇപ്പോൾ സതീഷ് കെ സതീഷിൻ്റെ ഒരു നാടകത്തെക്കുറിച്ച് ഫറൂഖിലെ ഇർഷാദിയ കോളേജിലെ ശാന്തപുരത്ത് അവതരിപ്പിച്ച നാടകത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. യഥാർത്ഥത്തിൽ ആ നാടകം അവിടെ അവതരിപ്പിക്കുമ്പോൾ കുറ്റ്യാടിയിൽ നിന്ന് നമ്മൾ കൊണ്ടുപോയൊരു നാടകവും കൂടി ഉണ്ടായിരുന്നു. കുറ്റ്യാടി ഇസ്ലാമിക് കോളേജിലാണ് അന്ന് ഞാൻ പഠിപ്പിക്കുന്നത്. അത് സുരേഷ് ബാബു എന്ന് പറഞ്ഞിട്ടൊരു കൊയിലാണ്ടിക്കാരൻ. അദ്ദേഹത്തെ എനിക്ക് നേരിട്ട് അന്നേരം പരിചയപ്പെട്ടതല്ലാതെ പിന്നെ ഓർമ്മയൊന്നുമില്ല. പക്ഷേ ആൾ ഭയങ്കര പുലിയാണ്. ഇദ്ദേഹം ഒരു കഥയങ്ങ് വായിച്ചിട്ട് അദ്ദേഹം എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, അപ്പോൾ അന്ന് വായിച്ചത് NS മാധവൻ്റെ മുംബൈ എന്ന് പറയുന്ന കഥയും വായിച്ചിട്ട് കൊയിലാണ്ടിയിൽ നിന്ന് കുറ്റ്യാടി വരെ ബസ് യാത്ര ചെയ്യുമ്പോഴേക്ക് അതൊരു നാടകമായിട്ട് മാറും. അയാൾ എവിടെയും അത് എഴുതി വെക്കില്ല. എന്നിട്ട് കുട്ടികളങ്ങ് വിളിച്ചിട്ട്, നിഷാദ് ഇവിടെ ഉണ്ട്, നീ ഇവിടെ പഠിക്കുമ്പോൾ തന്നെയല്ലേ, അപ്പോൾ ഇത് വന്ന് കുട്ടികളെയും വിളിച്ച് അങ്ങ് അവതരിപ്പിക്കല. ഇത് അവതരിപ്പിച്ച് ശാന്തപുരത്ത് പോയിട്ട് ഫസ്റ്റ് പ്രൈസ് നമുക്ക് കിട്ടിയത്. സതീഷ് കെ സതീഷിൻ്റെ നാടകം അന്ന് ഇർഷാദിയ കോളേജിൽ നിന്ന് പോയതിന് സെക്കൻഡായിരുന്നു. അപ്പോൾ സതീഷ് കെ സതീഷിൻ്റെ അത് എഴുതി വെച്ച സ്ക്രിപ്റ്റാണ്. പക്ഷേ ഇത് എഴുതി വെച്ചതല്ല. ഇങ്ങനെ എഴുതി വെച്ച രൂപത്തിലല്ലാതെ നാടകം ചെയ്യുന്ന ആളുകളുണ്ട്. സിനിമ ബെർണാഡോ ബെർട്ടലുച്ചിൻ്റെ ഒക്കെ കഥ എങ്ങനെയാണ്, അദ്ദേഹം സ്ക്രിപ്റ്റ് എഴുതി വെച്ചിട്ടല്ല ചെയ്യുക. അടൂർ ഗോപാലകൃഷ്ണൻ അങ്ങനെയല്ല. മൂപ്പര് ഈ സാധാരണ പുതിയ സിനിമകളുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഇംപെർഫെക്ഷനിസമാണ്. ഇതൊക്കെ അങ്ങനെയും കൂടി ഒരു കലാപമാണ്. ഈ ഹോളിവുഡ് ഉണ്ടാക്കുന്നത് വളരെ സുന്ദരമായ ചിത്രങ്ങളാണ്. അത് ഒപ്രസേഴ്സിൻ്റെ കലയാണ്. ഒപ്രസ്ഡിൻ്റെ കല അതല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവരൊക്കെ തന്നെ ഗ്ലോബർ റോഷയും ഹെറ്റിനോയും പിന്നെ അതുപോലെ സൊളാനസും ഒക്കെ തന്നെ ഇംപെർഫെക്ഷൻ സിനിമ എന്നാണ്. അതായത് സാങ്കേതികമായിട്ട് അങ്ങനെ പെർഫെക്ഷൻ ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഗോദാറിൻ്റെ ഒരു സിനിമയിൽ ഞാൻ IFFK സിനിമയിൽ ഒരാളെൻ്റെ കൂടെ ഒരു അനുഭവം പറഞ്ഞിന്. അവിടെ ഈ ഫിലിം സ്കൂളുകളിൽ നിന്ന് മീഡിയ സ്കൂളുകളിൽ നിന്നൊക്കെ ധാരാളം കുട്ടികൾ വരുമല്ലോ. അങ്ങനെ കുട്ടികൾ വരുമ്പോൾ ഇവരോരോ കമൻറ്റ് ഇങ്ങനെ പറയും, ഇവരിങ്ങനെ പഠിച്ചതിനനുസരിച്ച്. അപ്പോൾ ഒരിക്കൽ ഈ വെർണർ ഹെർസോഗ് എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന മാസ്റ്ററാണ്, സിനിമയിൽ ജീവിച്ചിരിക്കുന്ന മാസ്റ്ററാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു സിനിമ അവിടെ കളിക്കുമ്പോൾ പിറകിൽ ഈ മീഡിയ സ്കൂളിൽ നിന്ന് വന്ന ഹെർസോഗ് ആരാണ്, കെൻ ലോച്ച് ആരാണെന്നൊന്നും അറിയാത്ത കുറേ കുട്ടികൾ പിറകിലിരിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ കമൻറ്റാണ് ഇടയ്ക്കിടയ്ക്ക്, ഇവരൊക്കെ ആരുടെ ഫ്രെയിം വെക്കാൻ പഠിപ്പിച്ചു കൊടുത്തത്? ഇവർക്ക് സ്കൂളിൽ നിന്ന് പഠിപ്പിച്ചൊരു രീതിയുണ്ട്, സ്കൂളിൽ പഠിപ്പിക്കാനുള്ളതാണ്. സ്കൂളിൽ പഠിപ്പിക്കുന്ന ആ രീതി. അപ്പോൾ നാടകമാണെങ്കിലും സ്കൂളിൽ പഠിപ്പിക്കുന്നത് വളരെ വൃത്തിയുള്ളൊരു സാധനമായിരിക്കും പഠിപ്പിക്കുക. പക്ഷേ അവതരിപ്പിക്കുന്നത് ജീവിതത്തെയാണ് അവതരിപ്പിക്കുന്നതെങ്കിൽ ജീവിതത്തിന് അത്ര വൃത്തി ഉണ്ടാവില്ലല്ലോ. എന്നാലോചിക്കുക, നമ്മുടെയൊക്കെ ജീവിതം ഭയങ്കര അടുക്കും ചിട്ടയിലൊക്കെ മുന്നോട്ട് പോകുന്നതാണോ? അങ്ങനെ പോകുന്ന ജീവിതങ്ങൾ ഉണ്ടാവാം എന്നതല്ലാതെ ബഹുഭൂരിഭാഗം ജീവിതവും ക്ലേശങ്ങൾ, അതുപോലെ തന്നെ അവ്യവസ്ഥിതത്വം, കയോസ്, ഇതിലൂടെയൊക്കെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഈ ഒരു സംഗതി ആവിഷ്കരിക്കുമ്പോൾ ഇതൊക്കെ എടുത്ത് കളയേണ്ടി വരും. അപ്പോൾ ബോധപൂർവം തന്നെ ചില തകരാറുകൾ അതിൽ വരുത്തുന്നുള്ളതാണ്. ഇങ്ങനെയുള്ള നാടകങ്ങളുണ്ട്, ഇങ്ങനെയുള്ള ആവിഷ്കാരങ്ങളുണ്ട്. ഇതൊക്കെയും മനുഷ്യൻ്റെ ജീവിതത്തെ യഥാർത്ഥത്തിൽ പ്രതിഫലിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നും കാണാൻ സാധിക്കും. ഞാൻ വിഷയം ഇത്രയധികം അവതരിപ്പിക്കണമെന്ന് വിചാരിച്ചിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഗ്ലോബർ റോഷയുടെ പ്രസ്ഥാനം പോലെ, സിനിമാ പ്രസ്ഥാനം പോലെ, ഔഗുസ്തോ ബോലിൻ്റെ നാടക പ്രസ്ഥാനം പോലെ അതിലൊക്കെ ജനങ്ങളാണ് ഇടപെടുക എന്ന കാരണത്താൽ ഇതിൽ നിങ്ങളുടെ ഇടപെടലായിക്കോട്ടെ എന്നൊക്കെ ഞാൻ വിചാരിച്ചതാണ്. പറഞ്ഞപ്പോൾ അങ്ങ് കൂടിപ്പോയതാണ്. എന്തായാലും ഇനി നമുക്ക് ഒന്ന് സംവദിക്കാം. അവിടെയും ഞാൻ അവരുടെ നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത്. നിങ്ങൾ തന്നെ ചോദിക്കും, നിങ്ങൾ തന്നെ ഉത്തരം പറയും, എന്നോടൊന്നും ചോദിക്കണമെന്നില്ല. മനസ്സിലായോ? ഇനി അഥവാ എന്നോട് തന്നെ ചോദിക്കണം എന്നുള്ളത് ചോദിക്കാം, എനിക്ക് അറിയുന്നതാണേ പറയും. കുഞ്ഞാലി മാഷെ ഞാൻ വിളിച്ചിരുത്തിയത് തന്നെ അതുകൊണ്ടാണ്. നമുക്ക് പ്രായോഗികമായിട്ട് നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അപ്പോൾ എന്തായിരുന്നാലും ഒരു ചർച്ച നടക്കേണ്ടതുണ്ട്. അപ്പോൾ ഇങ്ങനെ നാടകം എന്ന് പറഞ്ഞാൽ ഷേക്സ്പിയർ പറഞ്ഞതുപോലെ തന്നെ ജീവിതം തന്നെയാണ് നാടകം. പക്ഷേ അതേസമയം ജീവിതത്തിൻ്റെ ആവിഷ്കാരമാകുമ്പോൾ ആരാണോ അത് ആവിഷ്കരിക്കുന്നത് അയാളുടെ മനസ്സിൽ, നിങ്ങളുടെ ജീവിതം അയാളുടെ മനസ്സിൽ എങ്ങനെയാണോ പ്രതിഫലിക്കുന്നത് ആ ലോകമാണ് അയാൾ കാണിച്ചു തരാൻ. അങ്ങനെയാണല്ലോ അതൊരു സൃഷ്ടിയാവുന്നത്. അപ്പോൾ ഒരു പൂവ് അതുപോലെ വരയ്ക്കുകയല്ല ഒരു നല്ല പെയിൻറ്റർ ചെയ്യുക. റിയലിസ്റ്റിക് പെയിൻറ്റിങ് ഉണ്ട്, അത് മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അയാൾ ആ പൂവിനെ അങ്ങനെ വേറൊരു സ്വഭാവത്തിൽ കാണും. ആ കാണുന്നതാണ് നമ്മൾ കാണാത്തത് കാണുക എന്ന് പറയുന്നുണ്ടല്ലോ. ഇപ്പോൾ ഒരു കുട്ടി സ്കൂളിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ
ഒരു മല കടന്നിട്ട് ഒരു ചെറിയൊരു കുന്ന് കടന്നിട്ട് വേണം പോകാൻ. അവിടെ ഒരാൾ കുന്നിൻ്റെ മേലെന്തോ ഇങ്ങനെ കുട്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് എപ്പോഴും. അവസാനത്തെ ദിവസം കുട്ടി പോകുമ്പോൾ ആ കുന്നൊരു കുതിരയായിട്ട് മാറിയിട്ടുണ്ട്. ഒരു കുതിരയായി മാറിയിട്ടുണ്ട്. കാരണം അയാൾ അതാണ് അതിൽ നിന്ന് കൊത്തിയെടുത്തത്. അപ്പോൾ കുട്ടി ഇയാളോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഇവൻ ഇതിനകത്ത് ഉണ്ടായിരുന്നു എന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത്? ഈ കുന്നിനകത്ത് ഈ കുതിര ഉണ്ടായിരുന്നു എന്ന് നിങ്ങളോട് ആരാണ് പറഞ്ഞത്? അതാണ് കലാകാരൻ. നിങ്ങൾ കാണുന്നതല്ല അയാൾ കാണുക, അയാൾ കാണുന്നതാണ് അയാൾ നിങ്ങളെ കാണിക്കുക. അങ്ങനെ കാണിക്കുമ്പോഴും അയാൾ എന്താണോ മനസ്സിലാക്കി അത് തന്നെ നിങ്ങൾ മനസ്സിലാക്കിക്കോളാം നിർബന്ധമില്ല. അപ്പോൾ ഇത്തരത്തിൽ പ്രതിഫലനങ്ങളുടെ ഒരു പ്രവാഹമാണ്, ഒരു തുടർച്ചയാണ്. നാടകത്തിലും അത് തന്നെയാണ് സംഭവിക്കുന്നത്, അഥവാ സംഭവിക്കേണ്ടത് എന്ന ഒരു ചിന്ത സമർപ്പിച്ചുകൊണ്ട് അവതരണം തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി. അസ്സലാമു അലൈക്കും. ഒ വി വിജയന് അദ്ദേഹത്തിൻ്റെ പ്രവാചകന്മാർ എന്നതിൽ പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അതിലൊരു കഥാപാത്രം അവസാനം പറയുന്നുണ്ട്, അട്ടർ കൺഫ്യൂഷൻ മൈ ലോഡ്. സത്യത്തിൽ ഇപ്പോൾ നാടകത്തിൻ്റെ സൈദ്ധാന്തികവും പ്രത്യയശാസ്ത്രപരവും ദാർശനികവുമായ മാനങ്ങളിലൂടെ ഷമീം ഭായ് കടന്നു പോയപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ആ വാക്യമാണ് വരുന്നത്, അട്ടർ കൺഫ്യൂഷൻ മൈ ലോഡ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹം പോയത് വളരെ ആഴത്തിലേക്കാണ്, അതിൻ്റെ ദർശനപരമായ ആഴത്തിലേക്ക്, അതിൻ്റെ അവതരണപരമായ ആകാശത്തിലേക്ക് ഒരുപോലെ മേലോട്ടും താഴോട്ടേക്കും സഞ്ചരിക്കാൻ പറ്റി എന്നുള്ളതുകൊണ്ടാണ്. അപ്പം ആ കുന്നിൽ നിന്ന് തന്നെ തുടങ്ങണം. ആ കുന്നിലൊരു കുതിര ഒളിഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു. ആ കുതിരയെ കണ്ടെത്തി എന്നുള്ളതാണ് ആ കലാകാരൻ്റെ ഒരു വൈഭവം. അത് കണ്ടെത്തുന്നത് വരെ ആ കുട്ടിക്ക് ആ കുതിരയെ കണ്ടെത്താനായിട്ടില്ല. അപ്പോൾ ആ കുതിര മാത്രമല്ല ഉണ്ടാവുക, ആ കുതിരയിൽ തന്നെ ഒരു ആനയായും അതിനെ തന്നെ ഒരു അക്ഷൗഹിണി പടയായും അതിനെ ഒരു സന്നദ്ധതയോട് നിൽക്കുന്ന ഒരു വലിയ ഒരു വ്യൂഹമായിട്ടും ഒക്കെ ഒരേ കുതിരയെ തന്നെ മാറി മാറി സങ്കല്പിക്കാൻ പറ്റുന്ന തരത്തിൽ ആഖ്യാനം കൊണ്ടും രൂപകങ്ങൾ കൊണ്ടും അഭിനയ പാടവകൾ കൊണ്ടും മുദ്രകൾ കൊണ്ടും വലിയ സാധ്യതകളുടെ പ്രപഞ്ചം തീർക്കുക എന്നതാണ് നാടകം. ഇതാണ് ഏറ്റവും ചുരുക്കി വളരെ ഗുളികപ്രായത്തിൽ നമ്മൾ ചേമ്പും താളിലൊക്കെ ഒരു സൂര്യബിംബം സംക്ഷേപിക്കപ്പെടുക എന്ന് പറയാറില്ലേ, ആ അർത്ഥത്തിൽ ഷമീം ഭായ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇനി അതിൻ്റെ ഓരോ ഭാഗത്തേക്കും, ഓരോ അടുക്കുകളിലേക്കും, ഓരോ അടരുകളിലേക്കും, ഓരോ വിധാനങ്ങളിലേക്കും നമ്മൾ സഞ്ചരിക്കുകയും അതിൽ നിന്ന് കൂടുതൽ ആഴത്തിലേക്കുള്ള അനുഭവത്തിലേക്കുള്ള കാഴ്ചയിലേക്കുള്ള വിവരങ്ങൾ നമ്മൾ അദ്ദേഹത്തിൽ നിന്ന് ചോദിച്ചറിയുകയും പഠിച്ചറിയുകയുമാണ് ചെയ്യേണ്ടത്. അപ്പോൾ അത് നമ്മളെ സദസ്സിലേക്ക് വിടുകയാണ്. അതിനെപ്പറ്റിയുള്ള കൂടുതൽ ദാർശനികമായ മാനങ്ങൾ പുറത്തു വരത്തക്ക രീതിയിലുള്ള ചോദ്യങ്ങൾ ആണ് ഇനി നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നാടകത്തെ കൂടുതൽ അഗാധമായി പഠിച്ച ഇക്കുമുത്തിനെ പോലുള്ള ആളുകൾക്കിത് തുടങ്ങാം. നാടകത്തിലല്ലേ PhD എടുത്തേ. ആദം സാർ അവിടെ ഇരിക്കുന്നുണ്ട്. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ശരിക്കും പറഞ്ഞാൽ ഈ കലാകാരൻ്റെ വ്യക്തിത്വം എന്ന് പറയുന്നത് അതവിടെ എനിക്ക് കുറച്ചുകൂടി ഇസ്ലാമികമായിട്ടും ശരിയായ കാഴ്ചപ്പാടായിട്ടാണ് അത് തോന്നിയത്. കാരണം അഭിനയത്തെയും സിനിമയെയും സംബന്ധിച്ചുള്ള സയ്യിദ് മൗദൂദിയുടെ ഒരു കാഴ്ചപ്പാട് അതാണ്. അദ്ദേഹം അതിനെ എതിർക്കുകയാണ് ചെയ്യുന്നത്. സിനിമയെ അദ്ദേഹം ഒരു ഡോക്യുമെൻ്ററി മാത്രമായിട്ടേ കാണുന്നുള്ളൂ. അത്തരത്തിലുള്ള ഡോക്യുമെൻ്ററികൾ എന്ന നിലക്ക്, പിന്നെ കാര്യങ്ങൾ ആളുകളിലേക്ക് എത്തിക്കാനുള്ളൊരു മാധ്യമം എന്ന നിലക്ക് അതിനെ അദ്ദേഹം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പക്ഷേ അഭിനയിക്കാൻ പാടില്ലെന്നാണ്. കാരണം നമ്മുടെ വ്യക്തിത്വം, നമ്മുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഫിത്രയുടെ ഭാഗമാണ്. ലാ തബ്ദീലി ഖൽഖില്ല എന്ന് പറയുന്ന ആയത്ത് അവിടെയും അദ്ദേഹം ബാധകമാക്കുന്നുണ്ട്. കാരണം ലാ തബ്ദീലി ഖൽഖില്ല എന്ന് പറയുന്നിടത്താണ് അള്ളാഹ് ഫിത്ര പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ആ ഫിത്രയുടെ ഭാഗമാണെങ്കിൽ അതിനെ മറ്റൊന്നാക്കി മാറ്റാൻ തൽക്കാലത്തേക്കാണെങ്കിൽ പോലും പാടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. അത് അദ്ദേഹത്തിൻ്റെ നിലപാട് മാത്രമാണ്. അത് സ്വീകരിക്കണം നമ്മൾ നിർബന്ധിക്കുന്നൊന്നുമില്ല. മാത്രമല്ല, പിന്നെ ഏറ്റവും കൂടുതൽ നാടകത്തിലും സിനിമയിലും ഒക്കെ ഇടപെടുന്ന പ്രസ്ഥാനം അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനം തന്നെയാണ്.
അപ്പോൾ അത് വേറെ ഈ മൗദൂദിയൻ നിലപാടുകളുണ്ട്. അത് വ്യക്തിപരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു അല്ല, അതാ ഞാൻ പറഞ്ഞത്, അത് ചോദ്യം അതാണ്. അത് ഞാനതാ പറയുന്നത്. പിന്നെ ഈ ശരിക്കും പറഞ്ഞാൽ ഈ ഇന്ത്യൻ കാഴ്ചപ്പാട് മാത്രമല്ല കേട്ടോ, ഈ ബെർട്ടോൾഡ് ബ്രഷ്റ്റിൻ്റെ ഒരു അലിനേഷൻ തിയറിയാണ്. ഏലിയനേഷൻ തിയറി എന്ന് പറഞ്ഞാൽ അദ്ദേഹം എപ്പോഴും പറയുന്നതാണ്, ഇത് നാടകമാണ്, ഇത് നടനാണ് എന്നുള്ള വിചാരം എപ്പോഴും പിന്നെ കാണികൾക്ക് ഉണ്ടാവണമെന്നാണ്. കാണികളും അതിൽ സജീവമായി പങ്കെടുക്കുന്നവരാണല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ ഔഗുസ്റ്റോ ബോലിൻ്റെ അദ്ദേഹമാണ് ഈ സ്പെക്ടേറ്റർ എന്നാണ് പിന്നെ സാധാരണ കാണിയെ വിളിക്കുക. പ്രേക്ഷകൻ സ്പെക്ടേറ്ററാണ്, പക്ഷെ അതൊരു പാസീവ് ഒബ്സർവർ മാത്രമാണ്. എന്നാൽ ഔഗുസ്റ്റോ ബോലിൻ്റെ തിയറി അനുസരിച്ച് സ്പെക്ടാക്ടറാണ്. സ്പെക്ടേറ്റർ എന്നുള്ളതിൽ സ്പെക്റ്റും ആക്ടറും ചേർത്തിട്ട് എന്ന് പറഞ്ഞാൽ അതോടുകൂടി ആക്റ്റീവ് പാർട്ടിസിപ്പൻ്റായിട്ട് മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴൊരു കൂട്ടായ്മയാണ് രൂപപ്പെടുന്നത്. അങ്ങനെ കൂട്ടായ്മ രൂപപ്പെടണമെങ്കിൽ തന്നെയും ഇതൊരു കലാസൃഷ്ടി മാത്രമാണ് എന്നുള്ള അതിനോടങ്ങോട്ട് തന്മയപ്പെടുക. ഈ എമ്പതിയെക്കുറിച്ചുള്ള തിയറികൾ ഒരുപാടുണ്ട്. നമുക്കതിനോട് എമ്പതറ്റിക് ആവാം, മറ്റൊരാളുടെ ജീവിതം കണ്ടിട്ട് നമ്മൾ എമ്പതറ്റിക് ആവുന്നുണ്ടല്ലോ. അതിനപ്പുറം ഇത് വേറെ തന്നെ ഒരു സാധനമാണ് എന്നുള്ളൊരു ചിന്ത എപ്പോഴും വേണമെന്നാണ്. ഇപ്പോൾ ഇന്ത്യൻ പിന്നെ രീതി അനുസരിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, ചിലതിലൊക്കെ വായിച്ചിട്ടുണ്ട്, ഈ സൂത്രധാരൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം തന്നെ അങ്ങനെ വരുന്നതാണ്. സൂത്രധാരൻ വന്നിട്ട് ആദ്യം കഥയുടെ പശ്ചാത്തലമൊക്കെ പറഞ്ഞിട്ട് മൂപ്പരങ്ങ് പോകും, ഒരു കോമാളി വേഷമൊക്കെ കെട്ടിയിട്ട് വരും, എന്നിട്ട് മൂപ്പരങ്ങ് പോകും. മൂപ്പരങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ അവതരിപ്പിക്കുന്ന നാടകമുണ്ടല്ലോ, നാടകമായാലും മറ്റെന്തെങ്കിലും നാട്യകലയായാലും ഇത് ആളുകളെ വല്ലാതെ വൈകാരികമായ തീവ്രതയിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് കാണുമ്പോൾ സൂത്രധാരൻ പിന്നെയും വരും. ആ രസച്ചരട് പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങോട്ട് പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. മുമ്പ് ഈ പ്രേംജിക്ക് നാഷണൽ അവാർഡ് കിട്ടിയപ്പോൾ ഞാൻ 2 കാഴ്ചപ്പാടുകൾ മാത്രം പറയുകയാണ്, ഏതെങ്കിലും ശരിയെന്ന് പറയല്ല. പ്രേംജിക്ക് നാഷണൽ അവാർഡ് കിട്ടിയപ്പോൾ അദ്ദേഹം പിറവി എന്ന സിനിമയിലുള്ള അഭിനയത്തിന് നാഷണൽ അവാർഡ്. അദ്ദേഹം എന്ന് പറഞ്ഞാൽ ആഭാര നടനാണ്. അദ്ദേഹത്തിൻ്റെ പിന്നെ സിദ്ധി, അദ്ദേഹം ഈ മൊണാലിസ പെയിൻറ്റിങ് മാതിരി ഒരു ഭാഗത്ത് സന്തോഷവും ഒരു ഭാഗത്ത് സങ്കടവും വരുത്തും. അപ്പോൾ പ്രേംജിയുടെ പല സിനിമകളിലും വന്നാണല്ലോ, നമുക്കറിയാമല്ലോ. ഈ അവാർഡ് കിട്ടിയതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഞാനൊരു നടനെയല്ല, കാരണം ഞാനങ്ങോട്ട് അഭിനയിക്കുമ്പോൾ ഈ ക്യാരക്ടറായിട്ടങ്ങ് മാറിപ്പോകും, അത് പാടില്ല. പ്രേംജി എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഒരു വ്യക്തിത്വം ഉണ്ടാവണം. മമ്മൂട്ടി അവതരിപ്പിക്കുന്ന കഥാപാത്രമേ ആവാൻ പാടുള്ളൂ, അല്ലാതെ മമ്മൂട്ടി ആ കഥാപാത്രമായിട്ട് മാറരുത്. ഇതാണ് ആ ഒരു കാഴ്ചപ്പാടാണ് പറയുന്നത്. മറ്റത് പൂർണ്ണമായും തന്മയപ്പെടുക എന്നുള്ളതാണ്, അതിനോടങ്ങോട്ട് താതാത്മ്യപ്പെടുക എന്നുള്ളതാണ്. ഇത് പലപ്പോഴും പല പ്രശ്നങ്ങളും ഉണ്ടാക്കും. ചില സൂക്ഷ്മത ഈ ഹോളിവുഡിലും യൂറോപ്പിലൊക്കെ ഉള്ള പല കലാകാരന്മാരും ഭയങ്കര അർപ്പണബോധമുള്ളവരാണ്. ഈ നമ്മുടെ മാതിരിയൊന്നുമല്ല, ഭയങ്കര സാഹസികരുമാണ് അവർ. ഈ മാൽക്കം എക്സ് എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ഉണ്ട്, ആ സിനിമയിൽ അഭിനയിച്ചത് ഡെൻസൽ വാഷിങ്ടണാണ്. അപാര പ്രതിഭാധനായ നടനാണ്. ഈ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി കോൺട്രാക്റ്റ് ഒപ്പിട്ടതിന് ശേഷം ഒരു 6 മാസത്തോളമെങ്കിലും അദ്ദേഹം മദ്യപിക്കാതെ മറ്റ് ഇടപാടുകളിൽ ഇസ്ലാം ഹറാമാക്കിയിട്ടുള്ള ഒന്നും ചെയ്യാതെ ഒരു മുസ്ലിമിനെ പോലെ ജീവിച്ചു കളഞ്ഞു. കഥാപാത്രത്തെ ഉൾക്കൊള്ളുന്നതിൻ്റെ ഭാഗമായിട്ട് അത്രയും പിന്നെ ഇത് ചെയ്യുന്നവരാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് അങ്ങോട്ട് താതാത്മ്യപ്പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോഴിപ്പോൾ ഗോഡ് ഫാദർ അഭിനയിച്ചതിന് ശേഷം, ഗോഡ് ഫാദർ എന്ന് പറഞ്ഞാൽ കൊപ്പോളയുടെ ഫ്രാൻസിസ് ഫോർഡ്, അത് മരിയോ പുസോയുടെ നോവലാണ്. പിന്നെ ഫ്രാൻസിസ് ഫോർഡ് കൊപ്പോള 3 ഭാഗമായിട്ടാണ് പിന്നെ സിനിമയായിട്ട് അവതരിപ്പിച്ചത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2ാം വോള്യം ഭാഗം മുതൽക്കാണ്, പാർട്ട് 2 മുതൽക്കാണ് ഈ മർലൻ ബ്രാൻഡോ, എൽ പാച്ചിനോ, വലിയ നടന്മാരാണല്ലോ ഇവർ 2 പേരും അതിലേക്ക് കടന്നു വരുന്നത്. പക്ഷേ ഈ 2 നടന്മാർക്കും ഒരു ഗുരുതരമായ ഡിസോർഡർ പിടിപെട്ടു, പേഴ്സണാലിറ്റി ഡിസോർഡർ, ഡിസോസിയേഷൻ ഡിസോർഡർ എന്നാണ് ഇതിന് മനഃശാസ്ത്രത്തിൽ പറയുക. എന്ന് പറഞ്ഞാൽ അവരുടെ വ്യക്തിത്വം അങ്ങോട്ട് അകന്നുപോയി, കംപ്ലീറ്റ് വിട്ടുപോയി. സിനിമ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒരുപാട് കൗൺസിലിങ്ങും തെറാപ്പിയും ഒക്കെ കഴിഞ്ഞിട്ടാണ് ഈ ബ്രാൻഡോക്കും എൽപാച്ചിനും ഒക്കെ തിരിച്ചു വരാൻ സാധിച്ചത്. അതിലേക്ക് അങ്ങോട്ട് പോയി. പിന്നെ അവരാവാൻ പറ്റുന്നില്ല, അവരാ ക്യാരക്ടേഴ്സാണ്. അത് ഇങ്ങനെ ആവാൻ എന്ന് പറഞ്ഞാൽ എമ്മാതിരി അഭിനയിക്കുമോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, എത്രമാത്രം അവരതിനോട് എഴുകി ചേർന്നിട്ടുണ്ടാവും. ഇതൊരു തിയറിയാണ് ഞാനിവിടെ പറയുന്നത്. പൊതുവേ പാശ്ചാത്യ പിന്നെ സിദ്ധാന്തങ്ങളൊക്കെ അനുസരിച്ച് പിന്നെ ആ ഒരു മെത്തേഡാണ് ശരി എന്നുള്ളൊരു സിദ്ധാന്തമുണ്ട്. മറുഭാഗത്ത് അങ്ങനെയല്ല, അയാളുടെ വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ ഒരു തിയറി എടുക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞത്, പിന്നെ മൗദൂദ് സാഹിബിനെ പോലുള്ള ആളുകൾ പറയുന്ന ആ ഒരു ഫിഖ് ഉണ്ടല്ലോ, അത് ശരിയാവുന്നിട്ടെന്നുള്ള പണ്ഡിതന്മാർ ചിന്തിക്കേണ്ടതാണ്. അതിനപ്പുറം അത് ശരിയാണെങ്കിൽ പോലും അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ നമുക്ക് കഥാപാത്രങ്ങൾ അവതരിപ്പിക്കാൻ പറ്റുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ നാടകത്തിലും അത്തരം ചില സംഗതികൾ വരുന്നുണ്ടല്ലോ, വേഷം ഒന്നും മാറാതെ.
ഇല്ലേ ഹിക്മത്തെ? വേഷമൊന്നും മാറാതെ കഥാപാത്രമാണ് എന്നുള്ളത്. ഇപ്പം ഞാൻ ആ പണ്ട് KMR നാടകം അഭിനയിക്കുമ്പോൾ തന്നെ ഈ ഒരേ ആൾ തന്നെ 2-3 ക്യാരക്ടേഴ്സായിട്ട് മാറുന്ന സംഭവം ഉണ്ടായിരുന്നു. ഒരേ വേഷത്തിൽ തന്നെയാണ്, വേഷം മാറും, വേഷം മാറിയിട്ട് ഒരേ വേഷത്തിൽ തന്നെയാണ് വരിക. അപ്പോൾ ഞാൻ ഈ കാളി എന്ന് പറഞ്ഞിട്ടൊരു നാടകം, അത് ഈ സൈലൻറ്റ് വാലി പ്രക്ഷോഭമൊക്കെ കഴിഞ്ഞ ശേഷമാണ് നമ്മുടെയൊക്കെ കൗമാരെ. പക്ഷേ എന്നിരുന്നാൽ പോലും അന്നെഴുതിയിട്ടുള്ള നാടകങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു നാടകമാണ് ഈ കാളിയൻ. ഈ ചെറുകഥയാണോ എന്നറിയില്ല നാടകം. അത് പിന്നെ യമുനാ നദിയിൽ വിഷം കലർത്തിയ കഥാപാത്രമാണല്ലോ കാളിയൻ. ഒരു കൃഷ്ണനൊക്കെ വരുന്നുണ്ട് അതിൽ. പിന്നെ ഈ കാളിയൻ എല്ലാവിധ സഹായവും ചെയ്തു കൊടുക്കുന്ന ഒരു ഭരണാധികാരിയായിട്ടാണ് ഞാൻ അതിൽ അഭിനയിച്ചത്. അതോടൊപ്പം തന്നെ ഈ ഭരണാധികാരി ഇറക്കുമതി ചെയ്യുന്ന ഒരു സയൻറ്റിസ്റ്റും ഉണ്ട്. ആ സയൻറ്റിസ്റ്റും ഞാൻ തന്നെയാണ്. പെട്ടെന്ന് ഒരു സന്ദർഭത്തിൽ ഞാൻ സ്റ്റേജിൽ നിന്ന് അപ്പുറത്തേക്ക് ഒരു പ്രത്യേക രീതിയിൽ നടക്കുന്നു. തിരിയുമ്പോഴേക്ക് ഞാനത് സയൻറ്റിസ്റ്റായിട്ട് മാറി. വേഷമൊന്നും മാറുന്നില്ല. പിന്നെ എൻ്റെ സംസാരം മാറി, സംസാരത്തിൻ്റെ സ്റ്റൈലൊക്കെ മാറി. ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരേ ആൾ തന്നെ ഇങ്ങനെ രണ്ടും ചെയ്യുന്ന സമയത്ത് തന്നെയും അത് ഒരു പെർഫോമൻസ് ആയിട്ട് മാറും. അവിടെ ഞാൻ എന്ന് പറയുന്ന വ്യക്തിത്വത്തിന് യാതൊരു തരത്തിലുള്ള പരിക്കും സംഭവിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള രീതികൾ അവലംബിക്കാം. ശരിതെറ്റുകളെ സംബന്ധിച്ച് പറഞ്ഞതൊക്കെ എൻ്റെ പിന്നെ ചില നിഗമനങ്ങൾ മാത്രമാണ്. അത് എനിക്കറിയില്ല. ഞാൻ സലീം കുമാറിനെ കുറിച്ച് അങ്ങനെ വായിച്ചിട്ടുണ്ട്. അദ്ദേഹം അച്ഛനുറങ്ങാത്ത വീട് എന്ന സിനിമയിൽ അഭിനയിച്ചതിന് ശേഷം അല്ല, ഞാൻ കണ്ടിട്ടില്ല. ഭരചന്ദ്രൻ IPS ഒക്കെ അഭിനയിച്ചിട്ട് സുരേഷ് ഗോപി കുറേ കാലത്തേക്ക് അങ്ങനെ തന്നെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ എന്താവും നാട്ടിൻ്റെ കഥ? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ. മറ്റേത് വരുന്നതാണോ? അതാണോ സംഭവം? അല്ല, സലീം കുമാറിനെ കുറിച്ച് ഞാനങ്ങനെ വായിച്ചിട്ടുണ്ടായിരുന്നു. സലീം കുമാർ ഈ സാധാരണഗതിയിൽ പിന്നെ സെറ്റിലൊക്കെ ഈ കഥാപാത്രങ്ങളെ പോലെ തന്നെ സെറ്റിൽ ധാരാളമായിട്ട് തമാശ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്ന മനുഷ്യൻ അച്ഛനുറങ്ങാത്ത വീട് എന്നുള്ള സിനിമയിൽ അഭിനയിച്ച ശേഷം കുറേ കാലം മൗനിയായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. വായിച്ചതാണ്, ശരിയാണോ എന്നറിയില്ല. അതൊക്കെ ചിലപ്പോൾ അപൂർവം സംഭവിക്കുന്നതാണ്. ഞാനല്ല, അത് അരിസ്റ്റോട്ടിൽ തന്നെ പോയിട്ടില്ല. ഞാൻ ചില തിയറികളും ഫിലോസഫിയൊക്കെ അവതരിപ്പിക്കുകയാണല്ലോ ചെയ്തത്. ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ, പിന്നെ പോയറ്റിക്സ് എന്ന് പറയുന്ന പുസ്തകത്തിൽ തന്നെ ട്രാജഡി മാത്രമേ വിശദീകരിക്കപ്പെടുന്നുള്ളൂ. അതിൽ 2ാം പാർട്ട്, ഈ ഉംബർട്ടോ എക്കോൻ്റെ നോവലിൽ വരുന്ന ആ പാർട്ടുണ്ടല്ലോ, ആ പാർട്ട് അദ്ദേഹത്തിൻ്റേതാണെന്ന് അംഗീകരിക്കാത്ത ചിലരുണ്ട്. ഉംബർട്ടോ എക്കോ ആ നോവലിലൂടെ പറയുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഗ്രീക്ക് ഫിലോസഫി ആണല്ലോ യൂറോപ്പിൻ്റെ ശരിക്കും യഥാർത്ഥത്തിൽ ഇത് നഷ്ടപ്പെട്ടു പോയിരുന്നു. ഈ നഷ്ടപ്പെട്ടു പോയ സാധനം യൂറോപ്പിന് വീണ്ടും കിട്ടുന്നത് അറബികളിലൂടെയാണ്. മനസ്സിലായോ? ഈ അവർ പണ്ടേ ഇതിങ്ങനെ അന്വേഷിക്കുകയും ശേഖരിക്കുകയും ഒക്കെ ചെയ്തിട്ട് ഇതിൽ ഗ്രീക്ക് ഒറിജിനൽ ലഭ്യമല്ലാത്ത ഒരു സാധനമാണ് പോയറ്റിക്സിൻ്റെ 2ാം പാർട്ട്. അതിൻ്റെ ഒരു ലത്തീൻ പ്രതി കണ്ടെടുത്തിട്ട് അത് നേരത്തെ തന്നെ അറബിയിൽ വിവർത്തനം ചെയ്തതിൻ്റെ ലാറ്റിൻ പതിപ്പ് ഒരു പിന്നെ മൊണാസ്ട്രിയിലുണ്ടായിരുന്നു. അതിനെ കേന്ദ്രീകരിച്ചിട്ടുള്ളതാണ് ഈ പിന്നെ നോവൽ. അത് ചില പിന്നെ പുരോഹിതന്മാരൊന്നും അംഗീകരിക്കാത്തതിൻ്റെ കാരണം കൃത്യമായിട്ട് എക്കോ പറയുന്നില്ലെങ്കിലും വ്യംഗ്യമായിട്ട് ഈ ഒരു സംഗതിയും കൂടിയുണ്ട്. കാരണം ഒരു കുരിശുദ്ധക്കാരൻ്റെ മനസ്ഥിതി, അറബികളിലൂടെ കടന്നു വന്നൊരു സാധനത്തെ നമ്മൾ അംഗീകരിക്കില്ല എന്നുള്ളതാണ്. വേറെ കാരണങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ എന്തിനായാലും ഇനിയിപ്പോൾ കോമഡിയെ സംബന്ധിച്ച് അരിസ്റ്റോട്ടിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ധാരാളം തിയറികളുണ്ട്. എപ്പിക്കിനെ കുറിച്ച് ഒരു പക്ഷേ എന്നെക്കാൾ അധികം കുഞ്ഞാലി മാഷ്ക്കറിയാം. എപ്പിക് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ പുരാവൃത്തങ്ങളുടെ ഒരു കഥനമാണ്. സാധാരണഗതിയിൽ പുരാവൃത്തങ്ങളുടെ ഒരു കഥനമാണ്. അതിപ്പോൾ കോമഡിയെന്നോ ട്രാജഡിയെന്നോ നമുക്ക് സാധാരണഗതിയിൽ വേർതിരിക്കാൻ പറ്റില്ല. പക്ഷേ എന്നാൽ പിന്നെ പുരാവൃത്തങ്ങളെ ആ സ്വഭാവത്തിൽ നമ്മുടെ ലൈഫുമായിട്ട് ബന്ധപ്പെടുത്തുന്ന അനുഭവങ്ങളുണ്ട്. ഇപ്പോൾ നോവലിൽ ഇനി ഞാൻ ഉറങ്ങട്ടെ, അതുപോലെ പിന്നെ 2ാം ഊഴം, ഇതൊക്കെ അങ്ങനെയുള്ള അനുഭവങ്ങളാക്കി മാറ്റിയതാണ്. ഒരുപക്ഷെ MT-യുടെ ഏറ്റവും നല്ല നോവൽ അതായിരിക്കും അല്ലേ, 2ാം ഊഴം. എനിക്ക് 2ാമത് വായിക്കണം എന്ന് തോന്നിയിട്ടുള്ള ഒരേ ഒരു MT നോവൽ അതാ. മഞ്ഞ് കൊള്ളാം, പക്ഷെ എനിക്കങ്ങനെ 2ാമത് വായിക്കണം എന്ന് തോന്നിയിട്ടില്ല. എൻ്റെ കുഴപ്പമാവാം. അത് പ്രൊലോഗ്, എപ്പിലോഗ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ ഒരു സ്ട്രക്ചറൊക്കെ ഉണ്ട് അതിന്. പിന്നെ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒഡിസിയൂസ്, ഹോമറിൻ്റെ ഒഡിസിയൂസ്, അതൊരു ഭയങ്കര ഹീറോ ആണ്. ഹീറോ എന്ന് മാത്രമല്ല, പിന്നീട് ഉണ്ടായിട്ടുള്ള ഒരുപാട് ഹീറോ കഥാപാത്രങ്ങൾക്ക് പ്രചോദനമായിട്ടുള്ളൊരു കഥാപാത്രമാണ്. അപ്പം ഇങ്ങനെയുള്ള കുറേ കണ്ടീഷൻസ് എപ്പിക്കുന്നുണ്ട്. ഈ ഹീറോക്ക് ഒരു സ്വർഗത്തിലേക്ക് ഒരു ടിക്കറ്റ് വേണം. അതെ.
അങ്ങനെയുള്ള കുറേ ഒരു 10-14 ഫീച്ചേഴ്സ് അതിനുണ്ട്. ആ അർത്ഥത്തിൽ പറയുമ്പോൾ മഹാഭാരതത്തൊന്നും എപ്പിക്കായിട്ട് പരിഗണിക്കാൻ പറ്റില്ല. അതിലുണ്ടല്ലോ. അതിപ്പോൾ ഒരു ഹീറോ ആരാളുള്ളത്? അതിലുള്ള ഒരു ഹീറോ ഉണ്ട്, ഒരു ആൻറ്റി ഹീറോ ഉണ്ട്. ഹീറോക്ക് സ്വർഗത്തിലേക്ക് ഒരു യാത്ര ഉണ്ട്. ഒരു യാത്ര ഉണ്ട്, പക്ഷേ ഇത് അയാൾ മാത്രമേ പോകുന്നുള്ളൂ. അപ്പോൾ യുധിഷ്ഠിരനാണ് അതിലെ കേന്ദ്ര കഥാപാത്രം. എനിക്ക് തിരിഞ്ഞിട്ടില്ല യഥാർത്ഥത്തിൽ മഹാഭാരതത്തിൽ ആരാണ് പിന്നെ ശരിക്കും പ്രോട്ടോഗോണിസ്റ്റ് ആരാന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. അതിൽ ഒരുപാട് ഹീറോ ഉണ്ടാവും. ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ തിരിഞ്ഞ്. അതുണ്ടാവാം, അത് വേറെ വിഷയം. ദുര്യോധനൻ മരിച്ചിട്ടാണ് ചെല്ലുന്നത്. ദുര്യോധനും കർണനും ഒക്കെ മരിച്ചിട്ടാണ് സ്വർഗത്തിലേക്ക് ചെല്ലുന്നത്. മൂപ്പര് നേരെ ഉടലോടങ്ങോട്ട് പോവാണ്. അതിൻ്റെ ഒരു തമാശ എന്താ വെച്ചാൽ രാവണനെ കൊല്ലാൻ വേണ്ടിയാണ് രാമൻ്റെ ജന്മം തന്നെ. രാവണൻ കൊല്ലപ്പെട്ടിട്ട് രാമൻ രണ്ടാമത് സ്വർഗത്തിലേക്ക് എത്തുമ്പോൾ സ്വീകരിക്കാൻ നിൽക്കുന്നത് രാവണനാ. അതൊക്കെ ഉണ്ടാവും. അത് എപ്പിക്കുന്ന ഒരു പ്രത്യേകതയാണ്. പിന്നെ ഈ എപ്പിക്കിൻ്റെ പ്രത്യേകത വെച്ചാൽ അതിനത്രയും അധികം ഒരു ഭക്തിപൂർവമായിട്ടുള്ള സ്വീകാര്യത കിട്ടുന്നത് കൊണ്ട് തന്നെ പിൽക്കാലത്ത് ഇപ്പോൾ രണ്ടാമൂഴം ഇതുപോലെ ഇപ്പോൾ ഒരുപാട് ശിവാജി സാവന്തിൻ്റെ കർണൻ, പിന്നെ ഇങ്ങനെയുള്ള മനോഹരമായ യയാതി അതൊരു ഒന്നാം തരം ക്ലാസിക്കാണ്. ആശയങ്ങളോ രീതികളോ ഒക്കെ വിട്, അത് ഒന്നാം തരം ക്ലാസിക്കാണ്, ഒരു നല്ലൊരു മാതൃകയാണത്. പിന്നെ ഇതുപോലെ പലതിൽ നിന്നും പിന്നീട് ഒരുപാട് കൃതികൾ ഈ ഇലിയഡും ഒഡീസിയും ഒക്കെ ബേസ് ചെയ്തിട്ടുള്ള ധാരാളം കൃതികൾ. അപ്പോൾ ഈ നാടകത്തിനെ പറ്റി പറഞ്ഞപ്പോൾ ഞാനൊരു കൗതുകമുള്ളൊരു നിരീക്ഷണം അവതരിപ്പിക്കുക. ഐ ഡോണ്ട് നോ വെദർ ഇറ്റ് ഈസ് കറക്റ്റ് ഓർ നോട്ട്. ഈ ഖുർആൻ തന്നെ വേണമെങ്കിൽ നമുക്കൊരു എപ്പിക്കിൻ്റെ ഫ്രെയിമിനകത്ത് കൊള്ളും. അത് കൊള്ളുന്ന പല സംഗതികളും ഉണ്ട്. അതിൽ ഹീറോ ഉണ്ട്, ആൻറ്റി ഹീറോ ഉണ്ട്. ഹീറോക്ക് കറക്റ്റായിട്ട് 15-ാം മധ്യത്തിൽ തന്നെ സ്വർഗത്തിലേക്ക് ഒരു ടിക്കറ്റ് പോകുന്നുണ്ട്, ഇതൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ആ എപ്പിക്കുകൾ വന്ന ആ ഫ്രെയിമിനകത്ത് തന്നെയാണ് അള്ള വേണമെങ്കിൽ ഖുർആൻ അവതരിപ്പിച്ചത് എന്ന് വേണമെങ്കിൽ നമുക്ക്. അതിലുപരി നാടകീയത എന്ന് പറയുന്നതാണല്ലോ നാടകത്തിൻ്റെ പ്രഥമമായ ഗുണം. ഈ നാടകീയത ഖുർആനിൽ പല ചരിത്ര സംഭവങ്ങളും പറയുന്നിടത്തുണ്ട്. അത് നമുക്ക് പിന്നെ ഒറാക്കിൾ വരുന്നുണ്ട്. ഒറാക്കിൾ വരും, കാഫായ ഐൻസാദ് എന്നൊക്കെ. അതിന് വേണമെങ്കിൽ നമുക്ക് പെടുത്താം. ഒരു ഒറാക്കിൾ വരും. അസ്ഹാബുൽ കഹ്ഫിൻ്റെ കഥ വെച്ചിട്ട് ഞാനൊരു കഥ എഴുതിയിരുന്നു. ഈ ഞാൻ നേരത്തെ പറഞ്ഞ ശാന്തിപ്രഭ ഉണ്ടല്ലോ, ശാന്തിപ്രഭ 100% CPM-ൻ്റെ ഒരു കേന്ദ്രമാണത്. പിന്നെ അവിടെ ഒരു കഥാമത്സരത്തിന് ഒരു കഥാ പിന്നെ സായാഹ്നുണ്ടായിരുന്നു. ഈ അജയ് മാഷൻ എന്നോട് പറഞ്ഞാൽ നീ ഒരു കഥ എഴുതി തന്നു. അങ്ങനെ ആ ഒരു കഥ എഴുതി. ആ കഥയുടെ ബേസ് അസ്ഹാബുൽ കഹ്ഫായിരുന്നു. ഞാനന്ന് ഇങ്ങനെ ഇസ്ലാമിനെക്കുറിച്ച് പഠിച്ച് ഇങ്ങനെ ഇഷ്ടപ്പെട്ട് വരുന്നേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഇല്ലത്തുനിന്ന് ഇറങ്ങി അമ്മ തൊട്ടെത്തിയിട്ടില്ല എന്ന് പറയുന്ന അവസ്ഥയിൽ നടുക്ക് നിൽക്കുക. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്താണ്. പക്ഷേ അന്നേരം ഖുർആൻ, പക്ഷേ അന്ന് ആ ഒരു സന്ദേഹത്തിൽ നിൽക്കുമ്പോഴും ഇന്നത്തേനേക്കാളും ഖുർആൻ വായിക്കുമായിരുന്നു. ഉണ്ട്. പിന്നെ അപ്പോൾ ഞാൻ ഇത് ബേസ് ചെയ്തിട്ട് ഒരു കഥ എഴുതി അതവിടെ അവതരിപ്പിച്ചു. അപ്പോൾ അത് സംഗതി എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ആ കഥയൊക്കെ. പക്ഷെ ഒരാൾ എന്നോട് പറഞ്ഞൊരു കമൻറ്റ്, പുലിയെ പുലിക്കൂട്ടിൽ ചെന്ന് നേരിടുക എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ കഥയും കൊണ്ട് മാർസിസ്റ്റുകാരുടെ നടുവിലേക്ക് പോകാന്നുള്ളതാണ്. അതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ ആ സമയത്ത് ദർസെന്നോ മറ്റൊന്നും ഖുർആൻ പഠിച്ചിട്ടില്ല. ആധികാരികമായിട്ട് ഇവിടെ നിന്നും ഖുർആൻ പഠിച്ചിട്ടില്ല. പക്ഷേ അത് വായിച്ചപ്പോൾ തന്നെയും ഇങ്ങനെ അങ്ങോട്ട് വായിച്ചു നോക്കിയപ്പോൾ തന്നെ ഞാൻ ആദ്യം അതിന് മുമ്പേ തന്നെ എൻ്റെ കയ്യിൽ ഖുർആനിലെ സത്കഥകൾ എന്ന് പറഞ്ഞിട്ട് ഈ മൊയ്തു മൗലവി ഒരു പുസ്തകം എഴുതിയിരുന്നു. അത് മാതൃഭൂമിയാണ് പ്രസിദ്ധീകരിച്ചത്. ഈ സത്കഥകൾ എന്ന് പറയുന്ന സാധനം പിന്നെ അബുൽ കലാം ആസാദിൻ്റെ തർജുമാനുൽ ഖുർആനിലെ അസ്ഹാബുൽ കഹ്ഫ് സൂറത്തുൽ കഹ്ഫിന് നൽകിയിട്ട് അദ്ദേഹം നൽകിയിട്ടുള്ള നോട്ട്സ് മാത്രമാണ്, വിവർത്തനമില്ല അതിൽ. ആ നോട്ട്സ് തന്നെ വായിക്കാൻ ഭയങ്കര രസമാണ് കേട്ടോ. ഈ ആസാദിൻ്റെ പിന്നെ വിവർത്തനം ആ അർത്ഥത്തിൽ വളരെ പ്രയോജനമുള്ളൊരു സാധനം. അതങ്ങനെ വായിച്ചതിന് ശേഷമാണ് ഞാൻ പിന്നൊരു കൗതുകത്തിന് ഈ പറഞ്ഞ പോലെ അൽ കഹ്ഫ് മുഴുവൻ, ഞാൻ പറഞ്ഞല്ലോ അന്ന് കാലിങ്ങനെ വെച്ചില്ല എന്നുള്ള മട്ടിൽ ഈ എത്തീസം, അനാർക്കിസം, കമ്മ്യൂണിസം എന്നുള്ള പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ, നമുക്ക് സൗകര്യമുള്ള കുറേ സാധനങ്ങളുണ്ടല്ലോ, ഇതിന്ന് അങ്ങോട്ട് ഇറങ്ങിയിട്ടില്ല എന്ന് പറയുന്നൊരവസ്ഥയിലേക്കാണ്. അപ്പോൾ ഇത് വായിച്ചപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ ഉണ്ടായിട്ടുള്ളൊരു ചിത്രമുണ്ട്. ആ ഒരു ചിത്രത്തിൽ നിന്നാണ് ഞാൻ ആ കഥ എഴുതിയത്. എനിക്ക് കഥ എഴുതിയിട്ട് പ്രൈസൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ, പിന്നെ എഴുതി തീർത്തിയതാണ്. അപ്പോൾ ആ ഒരു നാടകീയത, അതിലുള്ളൊരു സാധ്യത അത് ബോധ്യപ്പെട്ടതുകൊണ്ട് തന്നെയാണ് ഇത്തരം സന്ദർഭങ്ങൾ ധാരാളമായിട്ട് ഖുർആനിലുണ്ട്. പിന്നെ ഖുർആനിൽ പറയുമ്പോൾ തന്നെ ചില സ്ഥലത്ത് ചിലത് അവ്യക്തമാക്കുന്നു, ചിലതിപ്പം എനിക്ക് വേറൊരു ആകർഷണം തോന്നിയിട്ടുള്ള എൻ്റെ വ്യക്തിഗതമായ അനുഭവമാണ് പറയുന്നത്. ഈ സൂറത്ത് യാസീനിൽ പ്രവാചകന്മാരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നഗരത്തിൻ്റെ അറ്റത്ത് നിന്ന് അതിർത്തിയിൽ നിന്ന് വന്നൊരു മനുഷ്യനെ പറ്റി പറയുന്നുണ്ട്. അയാളെ നാട്ടുകാരെന്ത് ചെയ്തു? കൊന്നുകളഞ്ഞു എന്ന് ഖുർആൻ പറയുന്നില്ല. പകരം പിന്നെ
കീലതുഖുലുൽ ജന്ന. അത് വളരെ മനോഹരമായൊരു പ്രയോഗമാണത്. അയാളെ കൊന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളും എന്നുള്ളതാണ്. പക്ഷേ കൊന്നു എന്ന് പറയുന്നതോടുകൂടി അയാളുടെ മിഷൻ പരാജയപ്പെട്ടു എന്നതിന് അർത്ഥം വരുമല്ലോ. സാധാരണഗതിയിൽ വായിക്കുമ്പോൾ അയാളെ നാട്ടുകാർ കൊന്നു, മിഷൻ പരാജയപ്പെട്ടു എന്നാണ്. അയാൾ മിഷൻ പരാജയപ്പെട്ടിട്ടില്ല. അയാൾ എന്താ സംഭവിക്കുന്നത്? അയാളോട് പടച്ചോൻ പറഞ്ഞു നീ സ്വർഗത്തിലേക്ക് വാ എന്ന് പറയുമ്പോഴുള്ളൊരു മനോഹാരിതയുണ്ട്. അത് അങ്ങേറ്റം ഡ്രാമാറ്റിക്കാണ്. ചിലതങ്ങോട്ട് മറച്ചു വെക്കുമ്പോൾ വെളിപ്പെടുത്തുന്ന സംഗതിയുടെ നാടകീയത കൂടും. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് എഴുതാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ യൂസുഫ് നബിൻ്റെ കഥയൊക്കെ നാടകമായിട്ടുണ്ട്. പിന്നെ മാത്രമല്ല, നമ്മൾ ചില സംഗതികൾ പരിഗണിക്കുമ്പോൾ, ഇപ്പം മുസ്തഫ ഖാദിൻ്റെ സിനിമ ഉണ്ടല്ലോ, ദി മെസ്സേജ്, അതൊരു ഭയങ്കര സിനിമയൊന്നുമല്ല. മുസ്തഫ ഖാദിൻ്റെ സിനിമാറ്റിക്കായിട്ട് അതിനേക്കാൾ മെച്ചപ്പെട്ട സിനിമയാണ് ലേൺ ഓഫ് ദി ഡെസേർട്ട്, ഉമർ മുക്താറിൻ്റെ. അതൊരു ഒരു തരക്കേടില്ലാത്തൊരു നല്ലൊരു അനുഭവമായിരുന്നു. ചിലതിപ്പോൾ ഈ സൂക്ഷ്മത പാലിക്കാൻ നിർബന്ധിതമാകുന്നത് കൊണ്ടോയെന്നറിയില്ല. പിന്നെ സിനിമ കണ്ടെടുത്തോളം ഈ മജീദ് മജീദിയുടെ ഏറ്റവും മോശം സിനിമയാണ് മുഹമ്മദ് ദി മെസ്സഞ്ചർ ഓഫ് ഗോഡ്. ഒട്ടും വൈകാരികമായിരുന്നില്ല, അത് ഒരു 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 ടച്ചിങ് ആയിരുന്നില്ല, എനിക്ക് തോന്നിയാണ് പറയുന്നത്. പക്ഷേ ഞാൻ പറയുന്നത് ഈ ചില നിബന്ധനകൾ, ചില സാധ്യതകൾ തുറക്കുന്നുള്ളതാണ്. ഇപ്പം ഇറാനിൽ സെൻസർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് സിനിമാക്കാരും ഗവൺമെൻറ്റും തമ്മിൽ ഭയങ്കര പ്രശ്നമുണ്ട്. അവിടെ 2 തരം സെൻസറിങ് ഉണ്ട്. ഒന്ന് അവിടുത്തെ മോഡസ്റ്റി എന്ന് പറയുന്നൊരു സംഭവമാണ്, ഇസ്ലാമിക ഫിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില സംഗതികൾ. ഇതിനെ എതിർക്കുന്ന ചലച്ചിത്രകാരന്മാർ അവിടെ ഇല്ല. അതങ്ങനെ ആയിക്കോട്ടെ എന്നുള്ളതാണ്. കാരണം അതൊക്കെ ഒരു കൾച്ചറിൻ്റെ ഭാഗമായിട്ട് അവർ അംഗീകരിച്ചിട്ടുണ്ട്. പൊളിറ്റിക്കൽ സെൻസറിങ്ങിനോടാണ് അവരെതിർപ്പ് പ്രകടിപ്പിക്കുന്നത്. അതിൽ അവരുടെ ഭാഗത്ത് ന്യായമുണ്ട്, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ന്യായം ഉണ്ടാവാം. എല്ലാ ന്യായങ്ങളും ചേരുമ്പോഴാണല്ലോ നമുക്കൊരു സിന്തസിസിലെത്താൻ പറ്റുക. അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഈ പിന്നെ ഇതിൽ മെസ്സേജ് എന്ന് പറയുന്ന സിനിമയിൽ പ്രവാചകൻ, 4 ഖലീഫമാർ, ഇവർ 4 പേരുടെയും നിറസാന്നിധ്യമാണ് ആ സിനിമ. പക്ഷേ ഈ 4 പേരായിട്ട് വേഷം ധരിച്ചിട്ടുള്ള ഒരൊറ്റ നടനുമില്ല. എന്ന് പറഞ്ഞാൽ അവരെ നമ്മൾ ഫിസിക്കലായിട്ട് കാണുന്നില്ല. അതൊരു ശരിക്കും പറഞ്ഞാൽ അത് പറ്റുമോ ഇല്ലയോ എന്നുള്ളതൊരു ഫിഖ്ഹി ചർച്ചയായിരിക്കാം. പക്ഷേ അതങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ മുസ്ലിം സമൂഹത്തിൽ ഭയങ്കര പ്രശ്നം ഉണ്ടാവും. ആ പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ കഥാപാത്രങ്ങളെ വിസിബിളാക്കിയില്ല, എന്നാലോ അവരങ്ങോട്ട് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഇതെങ്ങനെയാണ് അങ്ങനെ സംഭവിച്ചത്? വളരെ തീവ്രമായിട്ടുള്ള സ്വഭാവത്തിൽ അവരുടെ പ്രസൻസ് നമ്മൾ അറിയുന്നു, പക്ഷേ അവർ ഫിസിക്കലി അവർ രംഗത്ത് വരുന്നില്ല. അവർ രംഗത്ത് വരാൻ പാടില്ല എന്ന ഒരു ബോധത്തിൽ നിന്ന് ആവിഷ്കാരത്തിന് സ്വീകരിച്ചിട്ടുള്ള വേറെ ചില രൂപങ്ങളുണ്ടല്ലോ. അങ്ങനെയൊക്കെ നമുക്ക് ഖുർആനിലെ സാധനങ്ങളെ ഡ്രാമയാക്കി മാറ്റാം. നല്ല സാധ്യതകളല്ല. അത് ഷേക്സ്പിയർ പറഞ്ഞാണ്, ഞാനും പറഞ്ഞു. വേറൊരു ആളായിട്ട് അഭിനയിക്കുമ്പോൾ, വേറൊരു ടൈപ്പ് ഓഫ് ക്യാരക്ടറിലേക്ക് മാറി അഭിനയിക്കുമ്പോൾ, ആ രീതിയായിട്ട് അഭിനയിക്കുമ്പോൾ ശരിക്കും വേറൊരു ആക്ടറിനെയും കൂടി ആ പെർസ്പെക്റ്റീവും ആ ടൈപ്പ് ഓഫ് അറിവും കൂടി കിട്ടിയല്ലേ. അപ്പൊ അങ്ങനെ അതായിട്ട് ജീവിച്ച മോനെ, നീ ആദ്യത്തെ ഒന്നാമത്തെ ചോദ്യത്തിൽ തന്നെ നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞില്ല, ഇത് 2 തിയറി മാത്രമാണ്. അതിലേതാ ശരി ഏതാ തെറ്റ് എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടില്ല, മനസ്സിലായില്ലേ? ഇത് 2 തിയറി മാത്രമാണ് അവതരിപ്പിച്ചത്. എനിക്കതിൽ ഈ പറയുന്ന കുറച്ചുകൂടി എന്ന് പറഞ്ഞാൽ ഒരേ ക്യാരക്ടറിനെ മമ്മൂട്ടി അവതരിപ്പിക്കുമ്പോഴും മോഹൻലാൽ അവതരിപ്പിക്കുമ്പോഴും വ്യത്യസ്തമായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അവിടെ മമ്മൂട്ടി എന്ന് അങ്ങനെ സാധിക്കുകയും ചെയ്യുള്ളൂ. ഒരു കണക്കിന് പറഞ്ഞാൽ മമ്മൂട്ടിയുടെ ഒരു പേഴ്സണാലിറ്റി അവിടെ നിലനിൽക്കുന്നുണ്ട്, മോഹൻലാലിൻ്റെ ഒരു പേഴ്സണാലിറ്റി അവിടെ നിലനിൽക്കുന്നുണ്ട്. അതിനപ്പുറം കഥാപാത്രമായി മാറാനൊന്നും സാധിക്കില്ല. അങ്ങനെയെങ്കിൽ അങ്ങനെ അങ്ങോട്ട് മാറരുത്. ആ മാറുന്നത് ദോഷം ചെയ്യും എന്നൊക്കെയാണ്. പക്ഷെ അത് ശരിയാണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ എൻ്റെ ഒരു പക്ഷം പറഞ്ഞു എന്നേ ഉള്ളൂ. ഓഡിയൻസിന് മനസ്സിലാവാതെ അഭിനയിക്കുന്നത്. കാരണം ഓഡിയൻസിന് ഫീലിങ്സ് കിട്ടണമെങ്കിൽ ഓഡിയൻസ് നമ്മളെ ക്യാരക്ടർ നമ്മൾ ചെയ്യുന്ന ആ ക്യാരക്ടറിലേക്ക് വരണമല്ലോ. അപ്പൊ നമ്മൾ ആ ഒരു ഫിനിഷിംഗ് എത്തണമെങ്കിൽ ആ സമയത്ത് നമ്മൾ ചെയ്ത ക്യാരക്ടറിലേക്ക് കുറച്ചെങ്കിലും കടക്കേണ്ടി വരും. ഇപ്പൊ ഓല ആ സമയത്ത് എന്താ എക്സ്പ്രഷൻ ആയിട്ടില്ല, ഇങ്ങനൊരു അവസ്ഥ നമുക്ക് നമ്മൾ എന്താ ഇങ്ങനെ അത് ഇതേ ചോദ്യം തന്നെയാണത്, ഇതേ വർത്തമാനമാണത്. അതിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 2 തിയറി അവതരിപ്പിച്ചിട്ടുള്ളൂ. ഒന്ന്,
രണ്ടാമെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പൂർണ്ണമായ താതാത്മ്യം എന്ന് പറയുന്നത് ശരിയല്ല എന്നുള്ള തിയറി അംഗീകരിച്ചാൽ പോലും മുഖത്ത് എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ വരും. ഇന്ത്യൻ നാട്യശാസ്ത്രത്തിൽ തന്നെയാണ് രസങ്ങളെക്കുറിച്ചുള്ള പഠനം ഉണ്ടായിട്ടുള്ളത്, സിദ്ധാന്തങ്ങൾ ഉണ്ടായിട്ടുള്ളത്. നാട്യശാസ്ത്രത്തിൽ 8 രസങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒന്നുകൂടെ ചേർന്നിട്ട് ഇപ്പം നവരസങ്ങളാണ്. രസം ജഗതി ഉണ്ടാക്കിയ ഒരു രണ്ടാ മൂന്നാ 2 രസങ്ങൾ പറയേ. ഇപ്പോൾ സാധാരണ ഒരാൾ അഭിനയിക്കുന്നു വിചാരിച്ചോളൂ. അയാൾ അഭിനയിക്കുമ്പോൾ അയാൾക്ക് ആ ക്യാരക്ടർ, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഭർത്താവായിട്ട് ഒരാൾ അഭിനയിക്കും, അല്ലെങ്കിൽ ഒരു കൊലപാതകയായിട്ട് ഒരാൾ അഭിനയിക്കുന്നു. ഞാൻ അഭിനയിക്കുന്നു. ഞാൻ കൊലപാതകയെ ആന്തരവൽക്കരിച്ച് ഞാനങ്ങനെ ആ ക്യാരക്ടറിൻ്റെ എല്ലാ ഫീച്ചേഴ്സും ഒക്കെ ആവാഹിച്ചു അഭിനയിക്കണമല്ലോ. പക്ഷേ അതൊരു പരിധിയിലപ്പുറം ചെയ്താൽ ശരിക്ക് കൊല്ലും. ശരിക്ക് കൊല്ലാതിരിക്കാൻ അഭിനയത്തിൽ ഞാൻ കൊല്ലുന്നതായി അഭിനയിക്കുകയാണ് എന്നയാൾക്ക് ഫീൽ ഉണ്ടാവണം എപ്പോഴും. ജീവിക്കുക എന്ന് പറയുന്നത് തെറ്റാണ് ബേസിക്കലി, മനസ്സിലായോ? എല്ലാം അങ്ങനെയാണ്. ഹഗ് ചെയ്യുക. അപ്പോൾ ഒരു അന്യ സ്ത്രീ ആയിരിക്കും അവിടുത്തെ സ്വന്തം ഭാര്യയായിട്ട് അഭിനയിക്കുന്നത്. അപ്പോൾ ഇയാളുടെ റിയൽ ലൈഫിൽ ചെയ്യുമ്പോൾ അവളോട് പെരുമാറാൻ പാടില്ല, നാടകമെന്നും പറഞ്ഞാണ്ട്, മനസ്സിലാവുന്നു? അത് ഇയാളെങ്ങാനും ഞാൻ അവളുടെ ഭർത്താവാണെന്ന ഫുള്ളങ്ങോട്ട് ഇൻറ്റേർണലൈസ് ചെയ്തിട്ട് അഭിനയിച്ച എന്താ സ്ഥിതി? അപ്പോൾ അത് ബേസിക് ആയിട്ടുള്ള ഫിലോസഫിയാണ്. ഒരിക്കലും ഒരു ആക്ടർ, ഒരു വ്യക്തി ആ ആക്ടറുടെ ഒറിജിനൽ ആയിട്ടുള്ള സാധനം ഒരിക്കലും കൈവിടരുത്. എന്നാൽ അയാൾ അഭിനയിക്കുക ചെയ്യുന്നു. ഇപ്പോൾ ഈ സംസ്കൃത നാടകത്തിൽ അയാളുടെ ബോധം ഉണ്ടാവണം അയാൾക്ക്. ഇപ്പോൾ ശാകുന്തളത്തിൽ അതിൻ്റെ ട്രാൻസ്ലേഷനാണ് ഞാൻ പറയുന്നത്. സംസ്കൃതം എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. രഥവേഗം നടിക്കുന്നു എന്നാണ്. ദുഷ്യന്തൻ രഥത്തിൽ വേഗത്തിൽ പോകുന്നതായി നടിക്കുന്നു എന്നാണ്. രഥം ഓടിക്കുന്നു എന്നല്ല, റിയൽ അല്ല എന്നാണ് പറയുന്നത്. ആ ടെക്സ്റ്റിന് അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ അല്ലേ? ഈ കുറച്ച് മുമ്പേ നമ്മൾ 4 മണിയുടെ ഒരു സെഷൻ രണ്ടും ഞാൻ ഒന്ന് കമ്പയർ ചെയ്യുക. അത് അതിൻ്റെ ഒരു രീതി, ഈ നല്ല ഒരു സമയത്ത് തണുപ്പൊക്കെയുള്ള സമയത്ത് ഊട്ടിയിൽ പോയാൽ രാവിലത്തെ ഒരു ഭയങ്കര ഒരു കുളിർമയുണ്ട്. ഈ എന്ന് ഷമീം സാഹിബ് ക്ലാസ് എടുത്താലും എൻ്റെ തലയ്ക്ക് ഇങ്ങനെ ഒരു പുക പോലെ ഒന്നും പിടികിട്ടില്ല. പക്ഷേ ഇത് പറഞ്ഞ വേറെ ഈ കുട്ടികൾ ചോദിച്ച ഒരു കാര്യത്തിനോട് ആഡ് ഓൺ, ഞാൻ മോഹൻലാലുമായി സിനിമ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളെന്നുള്ള രീതിയിലാണ്. അതിന് 2 ഇൻ്റർപ്രിട്ടേഷനാണ്. ഇത് രണ്ടും ഇപ്പോൾ ഉള്ളതാണ്. അതായത് ഒരു കഥാപാത്രമായി പൂർണ്ണമായി താതാത്മ്യം പ്രാപിക്കാൻ പാടില്ല എന്ന് പറയുന്നതും അങ്ങനെ ചെയ്യാമെന്ന് പറയുന്നതുമായിട്ടുള്ള വിഭിന്നങ്ങളായ 2 ചേരി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ മോഹൻലാൽ എന്ന് പറഞ്ഞ നടനുമായി വർക്ക് ചെയ്ത എൻ്റെ അനുഭവത്തിൽ, ഇപ്പോൾ നമ്മുടെ അദ്ദേഹത്തെ സജിദിൽ പറഞ്ഞതുപോലെ, നമ്മളുമായിട്ട് ലോകത്തില്ലാത്ത മൊത്തം കുഴപ്പം പിടിച്ച കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാർ ഷോട്ട് റെഡി എന്ന് പറഞ്ഞാൽ അയാൾ അവിടെ വന്ന് നിൽക്കുമ്പോൾ അയാൾ കിരീടത്തിലെ സേതുമാധവനായി മാത്രമാണ് മാറുന്നത്. അതിനപ്പുറത്തേക്ക് വേറൊരാൾ നമുക്ക് അതുവരെ നമ്മളോട് സംവദിച്ചുകൊണ്ടിരുന്ന ഉള്ള വർത്തമാനങ്ങൾ മുഴുവൻ നമ്മളോട് പറഞ്ഞുകൊണ്ടിരുന്ന ഒരാളെ അല്ല നമുക്കറിയാൻ പറ്റുന്നത്. ഇപ്പോൾ കന്മതം എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അയാൾ അതുവരെ നമ്മളോട് സഹവസിച്ച ഒരു നടനേ അല്ല, നമുക്ക് പരിചിതമല്ലാത്ത ആ കഥാപാത്രമായി. പക്ഷേ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് കട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ വന്നിരുന്ന എന്തായി മറ്റേ പറഞ്ഞ കാര്യം, ഇത്രയും വ്യത്യസ്തനായൊരു ആക്ടർ വേണമെന്നില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ കഥാപാത്രത്തിൽ നിന്ന് ഊരിപ്പോരാത്ത കുറച്ച് ആർട്ടിസ്റ്റുകൾ മലയാളത്തിലുണ്ട്. ഒന്ന് ഫഹദ് ഫാസിൽ, അദ്ദേഹം ആ സിനിമയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല, കുമ്പളങ്ങി നൈറ്റ്സ്. അതിന് ശേഷം അത് ചെയ്തതിന് ശേഷം അങ്ങർക്ക് പിന്നെ ആ കഥാപാത്രത്തിൽ നിന്ന് മാറാൻ, അടുത്ത സിനിമ ചെയ്യുന്ന സമയത്ത് മാറാൻ ഭയങ്കര പാടുണ്ട്. അപ്പോൾ സിനിമയിൽ അത് അങ്ങനെ പൂർണ്ണമായും നമുക്ക് പറഞ്ഞല്ലേ. ഇപ്പോൾ ഇദ്ദേഹം നമ്മുടെ പിന്നെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ ചെയ്യുന്നത് ഷെയിം, അങ്ങനെ കുറച്ച് ആർട്ടിസ്റ്റ് ഉണ്ട് അങ്ങനെ അതുമായിട്ട് വ്യക്തിപരമായ ഒരു ശീലമായിട്ടും സ്വഭാവമായിട്ടൊക്കെ മാറുന്നത് അതിനെ നമ്മൾ സിദ്ധാന്തവൽക്കരിക്കും. അല്ല, നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചാൽ ശരിക്കും പറഞ്ഞ ഒരു ആക്ടർ എന്ന് പറയുന്നത് എന്തിനാണ്? ഒരു ആക്ഷനും ഒരു കട്ടിനും ഇടയ്ക്ക്, അല്ലെങ്കിൽ ആ നാടകം അഭിനയിക്കുന്ന ആ സമയത്തിനുള്ളിൽ പ്രതിഫലിപ്പിച്ച് കാണിക്കേണ്ടത് മേക്ക് ബിലീഫാണല്ലോ. നമ്മൾ മറ്റുള്ളവരെ വിശ്വസിപ്പിക്കുകയാണ് കഥാപാത്രമാണ് എന്ന് മാത്രം വിശ്വസിപ്പിക്കുക.
അത് ബാക്കിയുള്ളവർ അയാൾ അത് കഴിയുമ്പോൾ അയാൾ വിട്ടുപോകുന്നുണ്ട്. സംബന്ധിച്ചിടത്തോളം ഇപ്പം നമ്മളിപ്പോൾ ഒരു ഇസ്ലാമിക സംസ്കാരത്തിൻ്റെ പിന്നെ പ്രതലത്തിലും കൂടി സംസാരിക്കുമ്പോൾ ഈ ഒരു വളരെ വില്ലൻ സ്വഭാവമുള്ള നെഗറ്റീവ് സ്വഭാവമുള്ള ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുമ്പോഴും ഞാൻ ഒന്ന് പറഞ്ഞു നോക്കുന്ന ആ നടന് ആ സമയത്ത് മാത്രമായിട്ട് അയാളുടെ മേൽ നിന്ന് ഞാൻ ഒരു ലാംഗ്വേജ് ഉപയോഗിക്കുന്നത് അത് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ലേ, പിന്നെ ഈ മതം പറയുമ്പം ഒന്ന് സ്ഥാപിക്കപ്പെടുമല്ലോ, അതിന് വേണ്ടിയിട്ടല്ല. ഇപ്പോൾ അയാൾ അത് എത്രയും സമയം അഭിനയിക്കുന്നോ ആ സമയത്ത് മാത്രം അയാളിൽ നിന്ന് പേനയും കൊണ്ട് എടുത്തു മാറ്റുന്നൊന്നുമില്ല. അയാളൊരു റേപ്പിസ്റ്റായിട്ടായിരിക്കാം അഭിനയിക്കുന്നത്, പക്ഷേ അയാൾക്ക് റേപ്പ് ചെയ്യാൻ പറ്റില്ല. റേപ്പ് ചെയ്യുന്ന പോലെ അഭിനയിക്കാം, അതായത് കാണുന്ന ആൾക്കത് റേപ്പാണെന്ന് തോന്നിക്കാം, ഇത്രേ പാടുള്ളൂ. ഇതിന് പുതിയ രീതികൾ ആവിഷ്കരിക്കണം, ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ ഈ തന്മയത്വം ജീവിക്കുക, അഭിനയിക്കുക, പിന്നെ സ്റ്റേജ് തന്നെ ജീവിതമായി മാറുക എന്നൊക്കെ പറയുമ്പോൾ എന്താ സംഭവിക്കുക? അതൊരു കലയല്ലാതായി മാറും, ആകെപ്പാടെ പ്രശ്നമാവും. ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ ഒരാൾ എന്തായിട്ട് അഭിനയിക്കുമ്പോഴും. ഇപ്പോൾ മമ്മൂട്ടി വേറെ ഏതോ ഒരു കഥാപാത്രം, മമ്മൂട്ടി മറ്റേ എന്താണ് ഇയാളായിട്ട് തച്ചോടി ചന്തു ആയിട്ട് അഭിനയിക്കുമ്പോൾ ചന്തുവിന് 5 നേരത്തെ നിസ്കാരമൊന്നും ബാധകമല്ല, മമ്മൂട്ടിക്ക് അത് ബാധകമാണ്. അപ്പോൾ എന്ത് ചെയ്യും? ചന്തുവായിട്ട് അഭിനയിക്കുമ്പോഴും മമ്മൂട്ടി തന്നെ ആയിരിക്കണം, എങ്കിലേ ഇത് വർക്കൗട്ട് ആവുള്ളൂ. ഇനി ആ കൂട്ടത്തിലൊന്ന് ചേർത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. ഊരിക്കളയാൻ ശ്രമിക്കണമെങ്കിൽ പോലും ആ സന്ദർഭത്തിലുള്ള നിയമങ്ങളൊക്കെ അദ്ദേഹത്തിന് ബാധകമാണെന്നേ. ആ അതെ, അത് മിക്കവാറും പലരും അങ്ങനെ തന്നെയാണ്. ഏതായാലും 2 വീക്ഷണങ്ങളും വ്യാഖ്യാനങ്ങളുമാണ് ഞാനിവിടെ അവതരിപ്പിച്ചത്. അതിൽ ഇന്നതാണ് ശരി എന്നുള്ള വാശി എനിക്കില്ല കേട്ടോ. ഉദാഹരണം പറഞ്ഞപ്പോൾ അതിലേക്ക് കയറിയല്ലോ.